കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഈ മാസത്തെ യോഗമാണിത്. നമ്മളെല്ലാ ആഴ്ചയിലും രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ കൂടുന്നത്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഇന്നത്തേക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് എല്ലാവരെയും മാക്സിമം ആൾക്കാരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എന്നാലും അംഗങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് KDSPCയിലെ അംഗങ്ങളെ മാത്രമല്ല, പുറത്തുള്ളവർക്കും വരാം. കാരണം നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ, ഓരോരുത്തർ സംശയം ചോദിക്കുന്ന കാര്യങ്ങൾ, അപ്പൊ അതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപക്ഷെ ഈ KDSPCയിൽ നിന്ന് അല്ലാതെ പുറത്തു നിന്നുള്ളവരും ഈ മീറ്റിംഗിൽ കാണും. അപ്പോൾ KDSPC അംഗങ്ങളെയും പുറത്തു നിന്നുള്ള മറ്റ് ഈ പ്രസ്യൂമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള എല്ലാ എല്ലാവരെയും കൂടാതെ പ്രത്യേകിച്ച് നമ്മുടെ കോർ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ KDSPC എന്ന് പറയുന്ന ഈ സംവിധാനം 2024 ഫെബ്രുവരിയിൽ നമ്മൾ രൂപീകരിച്ചതാണ്. നമുക്കറിയാം, ഇപ്പൊ ഇന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മൾ ഒരു പരിധി വരെ KDSPC തന്നെയാണ്. കാരണം നമ്മളിത് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് ജോർജ് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചായ കൂടി നടത്തിയിട്ട് പാസ്സാക്കിക്കൊണ്ടിരുന്ന നിയമങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ പഴയതുപോലെ ഇറങ്ങുന്നില്ല, അങ്ങനെ പാസ്സായി ഇറക്കാൻ പറ്റുന്നില്ല. അതിന്റെ പ്രശ്നങ്ങളാണ് മിക്കവാറും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ മാത്രമല്ല, നമ്മൾ ഓരോ മാസം കഴിയും തോറും KDSPCയുടെ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പങ്കുവഹിക്കുന്ന എല്ലാ അംഗങ്ങളെയും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ് കോർ കമ്മിറ്റിയുടെ പേരിൽ. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ പറ്റി കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ചെറിയൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞ് പെട്ടെന്ന് പോവാം. ഒന്ന്, നമുക്കൊരു കേസ് ഉണ്ട്, ഫിക്സഡ് ചാർജ് സംബന്ധിച്ചൊരു കേസ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ അതിന്റെ ഹിയറിംഗ് ഉണ്ടായിരുന്നു റെഗുലേറ്ററി കമ്മീഷനിൽ. അപ്പോൾ ആദ്യത്തെ ഹിയറിംഗിൽ KSEB അതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ഈ മാസം 2-ാം തീയതിയും കൂടെ രണ്ടാമതൊരു ഹിയറിംഗും വെച്ചിട്ടാണ് പ്രസന്റ് ചെയ്തത്. പക്ഷെ അവരുടെ വക്കീല് അതിനുവേണ്ടി അത് ശക്തമായിട്ടൊന്നും വാദിച്ചില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ വാദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോ എത്ര സ്ട്രോങ് ആയിട്ട് വാദിച്ചാലും റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് KSEBക്ക് അനുകൂലമായിട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായ കാര്യകാരണ സഹിതം അവരൊരു ഉത്തരവിറക്കണം. അല്ലാതെ അതിനു മുമ്പ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഈ ഫിക്സഡ് ചാർജ് സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷനിലെ ഈ ടെക്നിക്കൽ ഓഫീസേഴ്സ് പറഞ്ഞു എന്നും പറഞ്ഞൊരു RTI ഇറങ്ങി നമുക്കറിയാം. അതേപോലെ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നല്ല, റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കാര്യകാരണ സഹിതം പറഞ്ഞ് ഓർഡർ ഇറക്കും. അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് അടുത്ത നടപടിയിലേക്ക് പോകും. അതായത് നമുക്ക് എതിരായിട്ടൊരു ഉത്തരവ് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ പോകും. പക്ഷെ ഈ കാര്യകാരണ സഹിതം എഴുതുമ്പോൾ നമുക്കത് ഖണ്ഡിക്കാനായിട്ട് ഒരുപാട് സപ്പോർട്ടിങ് ആയിരിക്കും. അപ്പൊ അതാണ് ഫിക്സഡ് ചാർജിന്റെ കാര്യം. അതുപോലെ APPC നമ്മുടെ സോളാർ വൈദ്യുതിക്ക് തരുന്ന വില അവർ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് നിയമപരമായി കാൽക്കുലേറ്റ് ചെയ്ത് 4 രൂപ 34 പൈസയായിരുന്നു. പക്ഷെ അതിനെ അവര് ഒരു കാരണമില്ലാതെ, അതായത് കൃത്യമായിട്ട് കാരണം പറയാതെ 3 രൂപ 26 പൈസയാക്കി അവർ വെട്ടിക്കുറച്ചു. അതിന്റെ പേരിൽ നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴ് ഈ 2 പെറ്റീഷനും നമ്മൾ 10,000 രൂപ ഫീസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഫിക്സഡ് ചാർജിന്റെ കേസിൽ ഹൈക്കോടതിയിൽ നിന്നാണ് ഡയറക്ഷൻ കൊടുത്ത് ഒരു 6 ആഴ്ചക്കകത്ത് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. ഈ 6 ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ കോടതി വിധി കിട്ടിക്കഴിഞ്ഞിട്ട് 6 ആഴ്ച. അപ്പൊ ഈ മാസം പകുതിയോടുകൂടി നമുക്ക് ഉത്തരവ് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ചെയ്ത വേറൊരു ലേറ്റസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അസംബ്ലി ചോദ്യങ്ങളാണ്. ഇപ്പൊ വന്നിരിക്കുന്ന അസംബ്ലി ചോദ്യങ്ങളിൽ 7 ചോദ്യം നമ്മൾ കൊടുത്തതാണ്. ബാക്കിയും വരും, അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ 7 ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യങ്ങളാണ്. പിന്നെ അതുപോലെ ഫിസിക്കൽ ഹിയറിംഗെ സംബന്ധിച്ച ഒരു കേസ് നമ്മൾ കൊടുത്തതല്ലെങ്കിലും ഒരു കേസ് ഇപ്പൊ സുപ്രീം കോടതിയിലുണ്ട്. അതവര് ഈ റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് ഫിസിക്കൽ ഹിയറിംഗ് നടത്തേണ്ട കാര്യമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ എതിർകക്ഷി സോളാർ പ്രസ്യൂമേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്, ഒരു രജിസ്റ്റേർഡ് സംഘടന ആണ്. അവരിപ്പോഴ് വക്കീലിനെ പോസ്റ്റ് ചെയ്തു. അതായത് അവരെ കേൾക്കാതെ വിധി ഉണ്ടാക്കരുതെന്ന് പറയുന്നത്, എന്തായാലും കവറ്റെന്നോ അങ്ങനെ എന്തോട് പറയുന്നത്. അപ്പൊ ആ തരത്തിൽ വക്കീലിനെ പോസ്റ്റ് ചെയ്തു. 9-ാം തീയതി അവർ പോസ്റ്റ് ചെയ്തു. അപ്പോൾ എങ്കിലും ആ കേസിനൊരു ഫയൽ നമ്പർ ഒന്നും നമ്മൾ അതിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കേസ് വരുമ്പോഴും നമുക്കും അതിൻ്റെ അകത്തൊരു പാർട്ടിസിപ്പേഷൻ വരണം. നമുക്ക് നോക്കാം, നമ്മുടെ എന്തെങ്കിലും റോള് വരുന്നെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണത്.
അങ്ങനെയാണ് അതിന്റെ സ്റ്റാറ്റസ്. അവരുടെ അഡ്വക്കേറ്റ് ഇതിൽ കാണുന്നത് MR ലോ അസോസിയേറ്റ്സ് എന്നാണ്. പിന്നെ നമ്മുടെ ഈ KDSPCയുടെ സ്ട്രക്ചർ സംബന്ധിച്ച് ഒരുവിധം ഇപ്പൊ തന്നെ നമ്മുടെ ഈ മീറ്റിംഗിൽ തന്നെ പുതിയ അംഗങ്ങൾ പലരും വന്നിട്ടുണ്ട്. അവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത്. ഗ്രൂപ്പ് 1, 2, 3. അത് അംഗങ്ങളെ നിലനിർത്താൻ വേണ്ടി, അവരുടെ അംഗത്വം നിലനിർത്താൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. അവിടെ നമുക്ക് കൂടുതൽ ചർച്ചകളൊന്നുമില്ല. അഥവാ എന്തെങ്കിലും വന്നാൽ കോമൺ ഡിസ്കഷൻസ് മാത്രമേ അവിടെ ചെയ്യത്തുള്ളൂ. സബ്ജക്ട് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സംശയങ്ങളോ അതിനൊക്കെ നമുക്ക് വേറെ സബ്ജക്ട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ആരെങ്കിലും അതിന് ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം. പിന്നെ ഒരു പോയിന്റും കൂടെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ആലോചിച്ച് വെച്ചു, പക്ഷെ മറന്നുപോയി. അതായത് നമ്മുടെ ഇന്ന് ഇപ്പോ 64 പേര് വന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് പുതിയ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് 1-2 മാസത്തിന്റെ അകത്ത് വന്നിട്ടുള്ളവർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് മീറ്റിംഗ് തീരാറാകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ, ഇടയ്ക്കൂടെ പറഞ്ഞാലും മതി. നിങ്ങൾ സംശയം ചോദിക്കുമ്പോൾ ഇടയ്ക്കൂടെ ഒന്ന് പറഞ്ഞാൽ അതൊരു ഉപകാരമായിരുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു ഇൻട്രഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പൊ ജോർജ് സാറിന്റെ അടുത്ത് തന്നെ ജേക്കബ് സാർ ഒരു സംശയം ചോദിച്ച് അതിന്റെ മറുപടികളാണ് മീറ്റിങ്ങിന് മുമ്പ് തന്നെ സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. ചർച്ചകൾ എന്ന് പറഞ്ഞാൽ KDSPC സംബന്ധിച്ചോ നിങ്ങൾക്ക് ഏതൊക്കെ സംശയം ഉണ്ടെങ്കിൽ, അതല്ല സോളാറിനെ സംബന്ധിച്ച് ഇപ്പൊ നടക്കുന്ന ഇഷ്യൂസ്, ഇപ്പൊ മാറൂമിൽ 2 എഡിറ്റോറിയൽ വന്നു, അതിനെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടോ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യുക. ആദ്യമായിട്ട് ജേക്കബ് ജോ സാറ് സംസാരിക്കും. സാറെ സംസാരിക്കോ? ജേക്കബ് ജോ സാർ. സാറിന്റെ മൈക്ക് മ്യൂട്ടാണെന്ന് തോന്നുന്നു. കേൾക്കാം. ഇല്ല, അതല്ല വേറെ എവിടുന്നോ മൈക്ക് സാറിന്റെ മൈക്ക് മ്യൂട്ടാ. ഇപ്പം സാറേ ഞാൻ പറയുന്നത് കേൾക്കാമോ സാറേ? കേൾക്കാം. നമ്മളെ വിളിച്ചു 27-ാം തീയതി, കഴിഞ്ഞ മാസം 27-ാം തീയതി വിളിച്ചു. അവർ ഡിസ്കസ് ചെയ്തു. പക്ഷെ അവരുടെ അഡ്വക്കേറ്റും മറ്റു കാര്യങ്ങളും വന്നില്ല. ശരിക്കും നമ്മുടെ മിസ്റ്റേക്ക് അല്ല. പിന്നെ 2-ാം തീയതി വിളിച്ചു. 2-ാം തീയതി വിളിച്ചിട്ടും പിന്നെ ഈ പ്രൊലോങ് ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ശരിയായ കാര്യമല്ലല്ലോ. അപ്പൊ നമുക്കൊരു കട്ട് ഓഫ് ഡേറ്റ് തരേണ്ടതല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് തീരുമാനം എന്നുള്ളത് ഏതായാലും ഒരു വിവരാവകാശം അല്ലെ ഏതെങ്കിലും കാര്യം ഒരു 15 ഡേയ്സിനകത്ത് കിട്ടേണ്ടതല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് നീണ്ടു പോയാല് നമുക്ക് അപ്പലറ്റ് അതോറിറ്റി നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഇതിന്റെ അകത്ത് അതിന്റെ ആവശ്യമില്ല സാറേ. ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തിരിക്കുന്ന 6 ആഴ്ചക്കകത്ത് അവർക്ക് തീരുമാനം എടുക്കണം. അവര് തീരുമാനം എടുക്കണം. അത് കോടതി ഡയറക്ഷനാ. മനസ്സിലായോ? നമ്മളത് റെക്കോർഡിക്കലി ഈ കോടതി വിധി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് മുതൽ 6 ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ മാസം മിഡിൽ ഭാഗത്തായിട്ട് വരുമോ. അങ്ങനെ എക്സീഡ് ചെയ്ത് പോകത്തില്ല. അവർ ഇറക്കിയേ പറ്റത്തുള്ളൂ. നമ്മളൊന്നും ചെയ്യണ്ട. അത് ഇറക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. രണ്ടാമത് നമ്മള് ഈ ഫിക്സഡ് ചാർജിനെ സംബന്ധിച്ച് പിന്നെ അല്ല നമ്മുടെ ഈ ചാർജ് നമുക്ക് 326 പൈസ എന്നത് ആക്ച്വലി 438 പൈസ കിട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് നമുക്ക് ഇനി എന്തോ അതിന്റെ തുടർ നടപടി എന്താണ്? അങ്ങനെ അതും ഇങ്ങനെ പ്രലോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അല്ല, അതില് നമ്മള് പിന്നെ ഒരു റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതായത് അവരുടെ ഓർഡർ ഇറങ്ങി കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുക. പക്ഷെ അതിന് അവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ 1 ലക്ഷം രൂപയാണ് എഴുതിയിരിക്കുന്നത് ഫീസ്. അത്രയും വലിയ ഫീസ് ഒന്നും കൊടുത്ത് നമുക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സാധാരണ പെറ്റീഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10,000 രൂപ ഫീസ് അടച്ചാണ് റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞ തരത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്ക് അങ്ങനെ കൊടുക്കാം, ഇതുപോലെ തന്നെ കൊടുക്കാം, ഇത് മതി. അങ്ങനെ നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്. അവര് വിളിക്കും. ഓരോ പെറ്റീഷൻ അത് സംബന്ധിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. അവർ ഏകപക്ഷീയമായിട്ട് 1 ലക്ഷം രൂപ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവിക കോടതി സമീപിക്കാമല്ലോ. ഈ റേറ്റിംഗ് നമ്മൾ സമീപിക്കാൻ അത് വേറെ കാര്യം. അതിപ്പോ ജോർജ് സാർ അതിന്റെ മറുപടി പറയും. അവരുടെ റേറ്റ് സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. സാർ ഒരിക്കൽ മറുപടി പറഞ്ഞാൽ സാറൊന്ന് പറയൂ സാറേ. അവരുടെ റേറ്റ് സംബന്ധിച്ച് നമുക്ക് കോടതിയിലോട്ട് പോകാൻ പറ്റുമെന്നാ? കൂടുതലാണെങ്കിൽ പോകാൻ പറ്റുമെന്നല്ലേ? നോർമലി ഈ റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുന്നത് പെറ്റീഷണർ തന്നെയാണ് സാറിന് അത് റിവ്യൂവിന് പോകുന്നത്. ഇതിനകത്ത് പെറ്റീഷൻ എന്ന് പറയുന്നത് KCB ആണ്. ഈ പറയുന്ന അറിയാലോ, KCB ആണ്. അതുകൊണ്ട് ലൈസൻസിയുടെ ലെവലിലുള്ള ഒരു റിവ്യൂ ആണ് അതിനകത്ത് റിവ്യൂ പെറ്റീഷൻ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു പെറ്റീഷണർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഒരു പെറ്റീഷൻ കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ പെറ്റീഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നോർമലി ഒരു ലൈസൻസിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ട്രൂയിങ്ങപ്പ് ആണല്ലോ ബേസിക്കലി ആ ഓർഡർ. ട്രൂയിങ്ങപ്പ് ഓർഡർ ലൈസൻസിയുടെ ട്രൂയിങ്ങപ്പ് ആണ്.
KSEBയുടെ അക്കൗണ്ടിന്റെ ഡ്രോയിങ് അപ്പാണ്. അപ്പൊ അതിനകത്ത് പെറ്റീഷണർ KSEB ആണ്. അപ്പൊ ആ പെറ്റീഷനെ സംബന്ധിച്ച് ടോട്ടലി അതിനകത്ത് മുഴുവനുള്ള ഏത് കാര്യത്തിലും ഉൾക്കൊള്ളേണ്ട പെറ്റീഷണർ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പെറ്റീഷൻ ഇരിക്കുന്ന തീരുമാനത്തിന്റെ ഈ ഒരു ATPC റേറ്റിന് മാത്രമേ ഉള്ളൂ നമ്മൾ പോകുന്നുള്ളൂ. അപ്പൊ അതൊരു സാധാരണ പെറ്റീഷനായിട്ട് തന്നെ പോയാൽ മതി. അപ്പൊ അതിനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അവര് നോർമൽ കേസുകളിൽ ചെയ്യുന്ന പോലെ തന്നെ അവർ അതിന്റെ സമയം എടുക്കുമായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് സ്പീഡപ്പ് ചെയ്യാനാണ് നമ്മൾ കോടതി പോലെ തന്നെയാണ് ഇത്. അവർക്ക് മിനിമം സമയം എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ മാർഗങ്ങൾ നോക്കണം. അതേ ഉള്ളൂ അതിനകത്ത്. അതാണ് ഇപ്പം ചെയ്യുന്നത്. ജേക്കബ് സാറ് പറഞ്ഞ 2 പോയിന്റ്. ഒന്ന്, റിവ്യൂ പെറ്റീഷൻ നമ്മളല്ല ഫയൽ ചെയ്യേണ്ടത്, അത് പെറ്റീഷണർ തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്. അതിനാണ് 1 ലക്ഷം രൂപ. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ കറക്റ്റ് ആണ്. ക്ലിയർ ആയില്ലേ? ജേക്കബ് സാറിന്റെ മൈക്ക് മ്യൂട്ടാ. ഓക്കെ, അടുത്ത സാറേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സാറേ. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്ന അതേപ്പറ്റാണെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ട് ഇരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ ഒരു വാർത്ത കൊടുത്തു. അത് ശരിക്കും നമ്മളെയും പ്രൊസ്യൂമേഴ്സിനെയും മറ്റുള്ളവരെ അടുപ്പിക്കാനുള്ളതാണ്. അതായത് 19 വയസ്സ് കൂട്ടണം. അത് തന്നെ കൂട്ടുന്ന കാരണം എന്ന് പറഞ്ഞാൽ പ്രൊസ്യൂമേഴ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇങ്ങനെ കൂട്ടേണ്ടി വന്നതെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് നമുക്ക് ഒരു വാർത്താ അല്ലെങ്കിൽ ഒരു പ്രസ് വിളിച്ചു കൂട്ടി ഇതിന്, അതായത് അവർ കുറെ കള്ളക്കണക്കുകൾ പറയുന്നുണ്ട്. നമുക്കത് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സമർത്ഥിക്കാമല്ലോ. നമുക്ക് ഔദ്യോഗികമായിട്ട്, അതായത് അവരുടെ അടുത്ത് നമ്മൾ വിവരാശം വെച്ച് കൊടുത്തിട്ട് തരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവർ എന്തിനെ ഇപ്പൊ മാതൃഭൂമി വരുന്ന റിപ്പോർട്ട് തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പ്രൊഫസറാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് തെറ്റാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനല്ല, KSEB ഉത്പാദിപ്പിക്കുന്ന കണ്ണ് 1 രൂപയാകുന്നുള്ളൂ. അല്ല, മൊത്തത്തില ഞാൻ പറഞ്ഞല്ലോ 1 രൂപയാകുന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ KSEBയുടെ ഈ കള്ളക്കണക്കുകൾ ശരിക്കും കള്ളക്കണക്കാന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ കള്ളക്കണക്കുകൾ ജനമധ്യത്തിൽ അവതരിപ്പിക്കാൻ ഒരു ഇത് കിട്ടിയാൽ എല്ലാം അത് കുറച്ചുകൂടെ കറക്റ്റ് ആകുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ സാർ, അതേപ്പറ്റായി എനിക്ക് തോന്നുന്നുണ്ട്. അത് സാറേ ഒരു മറുപടി കൊടുക്കുമോ സാറേ? സാറ് തന്നെ ആപ്റ്റായിട്ട് അത് മറുപടി പറയേണ്ടത്. ഇത് KSEBയുടെ കണക്കുകള്, ഈ കണക്കുകളെല്ലാം പ്രശ്നം വെച്ചാൽ ഡേറ്റ വേണം. ഇതെല്ലാം ഓപ്പർച്യൂണിറ്റി എസ്റ്റിമേഷൻ ആണ്. ഓരോരുത്തരും ഒരു ഹൈപ്പോത്തസിസ് വെച്ചിട്ട് ഇവര് പറയുന്നു നമ്മളുടെ ഇലക്ട്രിസിറ്റി നമ്മൾ കൂടുതലും എടുക്കുന്ന പകല് ഉൽപ്പാദിപ്പിച്ചിട്ട് രാത്രി തിരിച്ചെടുക്കുമ്പം അതിന് ഭയങ്കര വിലയുള്ള ഇലക്ട്രിസിറ്റി ആണ്. ഈ ഭയങ്കര വിലയുള്ള ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രിസിറ്റി ഇവര് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ലല്ലോ ഭയങ്കര വിലയുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവര് 25 വർഷത്തേക്ക് മേടിച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റിക്കും ഭയങ്കര വിലയല്ലേ. അതിനും ഈ പറഞ്ഞ പോലെ 0 പൈസക്ക് മേടിക്കാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് പറഞ്ഞാൽ ഗ്രിഡിലെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരാള് ഭക്ഷണം കഴിക്കുന്ന പോലെയാണ്. ഒരാള് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരുന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് പിന്നെ കൊണ്ടുവച്ചിട്ട് 0 പൈസ നിങ്ങൾ ഇത് മുഴുവൻ തിന്നോടാൻ പറഞ്ഞാൽ എത്ര പൈസ കൊടുത്താൽ നമുക്ക് തിന്നാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെയാണ് ഗ്രിഡിന്റെ കാര്യവും. ഗ്രിഡിൽ 50 ഹെർട്സിൽ അനുസരിച്ച് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇതിന്റെ വില വെച്ചിട്ട് കൊമേഴ്സ്യൽ ഇത് ചെയ്യുന്നതല്ല. ഈ ഗ്രിഡിൽ ഒത്തിരി നമ്മൾ വിചാരിക്കുന്ന പോലെ ഡയറക്ട്ലി ലീനിയർ ആയിട്ടല്ല ഇതിന്റെ വില. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് ABT താരിഫാണ്, അവൈലബിലിറ്റി ബേസ്ഡ് താരിഫാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജനറേറ്റർ അവരുമായിട്ട് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവർ ജനറേറ്റർ റെഡി ആണെന്ന് പറഞ്ഞാൽ അവരുടെ പൈസ കൊടുത്തേ പറ്റൂ. നിങ്ങൾ ഇലക്ട്രിസിറ്റി എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ സൗകര്യമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമുക്ക് 6000 മെഗാവാട്ട് ആണ്, നമ്മൾ 5000 മെഗാവാട്ട് ആണ് നമ്മളുടെ എഗ്രിമെന്റ് എങ്കിൽ 5000 മെഗാവാട്ടിൽ കൂടുതൽ ഒരു 7000 മെഗാവാട്ട് ഒക്കെ ഉണ്ടെങ്കിൽ 6000 മെഗാവാട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 8000 മെഗാവാട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 6000 മെഗാവാട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അതിനകത്ത് എല്ലായ്പ്പോഴും ഫുൾ ലോഡിൽ അത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ്റനൻസ് എടുക്കേണ്ടി വരും, ആനുവൽ മെയിൻ്റനൻസ് എടുക്കേണ്ടി വരും, ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, ലൈനുകൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഗ്രിഡിന്റെ വില എന്ന് പറയുന്നത് 0 പൈസക്ക് അല്ലെങ്കിൽ റിയൽ ടൈമിൽ 2 പൈസക്ക് അല്ലെങ്കിൽ 1 രൂപയ്ക്ക് 2 ഒക്കെ വില വരും. കാരണം എന്താന്ന് ചോദിച്ചാൽ ഡിമാൻഡ് ബേസ് LGB ആണ്. നിങ്ങൾക്ക് 50 ഹെർട്സ് ആയി കഴിഞ്ഞാൽ അതിനുശേഷം ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വില വരും. അങ്ങനെ എങ്ങനെയാണ് വരുന്നത്? ഒരാള് ടെക്നിക്കൽ മിനിമം ഓടിക്കാനായിട്ട് 3 രൂപ വെച്ച് ഫിക്സഡ് ചാർജ് 25 വർഷത്തേക്ക് മേടിച്ചു കഴിഞ്ഞാൽ അത് 40% കപ്പാസിറ്റിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എഗ്രിമെന്റ് വെച്ചിരിക്കുകയാണ്. പിന്നെ ആ സാധനം പിന്നെ ഒരു യൂണിറ്റിന് അതിനകത്ത് റണ്ണിങ് കോസ്റ്റ് മാത്രമേ, അത് ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ബാക്കി ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിന് ചെറിയ പൈസക്ക് കൊടുക്കുന്നതിന് അവർക്ക് നഷ്ടമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോഴത് മാർക്കറ്റിലേക്ക് അത് വരും, ആ വില വരും. എന്നും വെച്ചിട്ട് ആ വിലയ്ക്ക് ആൾക്കാർക്ക് മേടിക്കാൻ പറ്റില്ല. KSEBക്ക് മേടിക്കാൻ പറ്റുമോ? പറ്റിയല്ല. കാരണം നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. പിന്നെ ഗ്രിഡിലെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. ഞാനത് പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മാർക്കറ്റിലെ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഇത് ഈ തിരിച്ചൊരു കാൽക്കുലേഷൻ ഞാൻ പറയാം. നമ്മുടെ കായംകുളത്തെ ഇലക്ട്രിസിറ്റിക്ക് 1 യൂണിറ്റ് പോലും മേടിക്കാതെ കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാ വർഷവും 120 കോടി രൂപയും പണ്ട് 240 കോടി രൂപയും കൊടുപ്പുണ്ടായിരുന്നു. അപ്പൊ 1 യൂണിറ്റിന് അതിന്റെ വില എത്രയാ? 240/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ് വില. നമ്മൾ ഇൻഫിനിറ്റി വിലക്കാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റി, ഇല്ലേ? അപ്പൊ അതും എന്തെങ്കിലും ഇല്ലോജിക്കല്ലേ? അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ലീനിയർ അല്ല ഇത്. അപ്പൊ നമ്മള് ഈ വിലയെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വൽ ഡേറ്റ, എത്രമാത്രം ഡേറ്റ ഇവിടെ ആക്ച്വൽ ആയിട്ട് ഇവർ വാങ്ങിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് എത്രയാണ്, എന്നിട്ട് വേണം ഇതൊക്കെ പറയാനായിട്ട്. അപ്പൊ നമ്മള് KSEBയിൽ സോറി നമ്മുടെ ഒരു സോളാറുകാരൻ ഇഞ്ചക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, ആ ഇഞ്ചക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആഭ്യന്തര മസ്റ്റ്റൺ ആണ്, മസ്റ്റ്റൺ സ്റ്റേഷൻസ് ആയത്. ആ ഇലക്ട്രിസിറ്റി ഇവിടെ അബ്സോർബ് ചെയ്തിട്ട് മിച്ചമുള്ളത് മതി ബാക്കി. അത് ഇവരുടെ ആഭ്യന്തര ഉത്പാദനം, ഒരു സ്റ്റേറ്റിലെ ആഭ്യന്തര ഉത്പാദനം ഇവർ എസ്റ്റിമേറ്റ് ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത ശേഷം വേണം ബാക്കിയുള്ളത് ഇവർ ഐഡന്റിഫൈ ചെയ്യാൻ, ബാക്കിയുള്ള റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട്. ആ ഒക്കെയുള്ള മെറിറ്റ് ഓർഡർ റിക്വയർമെന്റും IGC ഇന്ത്യ ഇലക്ട്രിസിറ്റി ഗ്രിഡ് കോഡിന്റെ മാനദണ്ഡങ്ങളും ഒക്കെ കിടക്കുമ്പോൾ ഇതൊന്നും പറയാതെ ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേ ഞാൻ പറഞ്ഞത്. അതൊക്കെ അതിലൊന്നും മറുപടി അർഹിക്കുന്നില്ല. അവിടെ അജ്ഞത അല്ലെങ്കിൽ എന്ന് ഞാൻ പറയുന്നു, കാര്യപ്രാപ്തി ഇല്ല എന്ന് അജ്ഞത. അത് അവർ പറയുന്ന വിട്ടിത്തങ്ങൾ വിളിച്ചു പറയുന്നു. സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്തതുകൊണ്ട് ഇത് ശരിയാണെന്നും പറഞ്ഞു കുറെ ആൾക്കാർ ഇത് വിളിച്ച് കൂടിക്കൊണ്ട് നടക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സാറേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും പോയിന്റ് മിസ്റ്റർ സഹദേവൻ സംസാരിക്കൂ. വന്നോളൂ, മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു. നമസ്കാരം. നികേഡിസ്പീസിലെ എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ജോർജ് സാറിനും പ്രത്യേകം നല്ലൊരു ടെക്നിക്കൽ ഡിസ്കഷൻ തരുന്ന ജോർജ് സാറിനും എൻ്റെ നമസ്കാരം അറിയിക്കുകയാണ്. പിന്നെ ജോർജ് സാർ ഈ വിഷയം നോക്കിയോ എന്നറിയില്ല, KDSPCയുടെ R&D ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ വരുന്നുണ്ടായി. ചൊവ്വാഴ്ചയും ഇന്നലെ വ്യാഴാഴ്ചയായിട്ട് 2 പേപ്പറുകൾ ബേസ്ഡ് ആണ്. അതായത് ഗ്രിഡ് ലോഡിങ്, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ലോഡിങ്ങിനെ സംബന്ധിച്ചാണ്. അപ്പൊ ഇതൊരു ടെക്നിക്കൽ വിഷയമാണ് സാർ. ഈ വാസ്തവത്തിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മുടെ ഗ്രിഡ് ഇഞ്ചക്ഷൻ മൂലം അതിന് ലോഡിങ് സംഭവിക്കുന്നുണ്ടോ, അതോ അതും ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ അക്കൗണ്ട്സിൽ നടക്കുന്ന മാർക്കറ്റ് ഹൈപ്പോത്തസിസ് പറഞ്ഞ പോലെ ഇതൊരു ഹൈപ്പോത്തസിസ് ആണോ? ഈ സ്റ്റഡീസ് 2 സ്റ്റഡി റിപ്പോർട്ട്സ് ആണ് നമ്മൾ R&Dയിൽ, അതിൽ തോമസ് സാറും പിന്നെ അജിത് സാർ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഡിസ്കഷനിൽ വരികയുണ്ടായി. പക്ഷെ അതിൽ കവിഞ്ഞ് ആരും അതിനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടില്ല. അപ്പോൾ KSEBയുടെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആധികാരികമായിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇൻഫാക്ട് ലോഡിങ് ആവുന്നുണ്ടോ? ഈ സംശയം വരാൻ കാരണം നമ്മുടെ ഈ കഴിഞ്ഞ മാതൃഭൂമി റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പറഞ്ഞ എക്സ്പേർട്സ് ജയറാമൻ സാറുടെയും ജയതിന്റെയും, അതായത് ഒരു കൺസംഷൻ നടക്കാതെ ഒരു ജനറേഷൻ നടക്കുന്നില്ല. അപ്പൊ ഈവൻ നമ്മുടെ ജനറേഷൻ എത്ര കിലോവാട്ട് എന്ന് പറയുന്നത് പോലും നമ്മുടെ ഇപ്പൊ 2.6 3 കിലോവാട്ടിന്റെ ആണെങ്കിൽ 2.6 2.8 ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും there is a corresponding consumption happening at the distribution secondary level, then only this generation can happen. അങ്ങനെ ഇരിക്കെ അപ്പോ വെദർ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനെ ഏതെങ്കിലും തരത്തിൽ ഈ ജനറേഷൻ ആഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നുണ്ടോ? വാസ്തവത്തിൽ ഈ 2 സ്റ്റഡി റിപ്പോർട്ടുകൾ, ഇതൊക്കെ റിസർച്ച് ഗേറ്റിന്റെ പേപ്പേഴ്സ് ആണ്. ഇതിലൊക്കെ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഏജിങ് യാതൊരു കാരണവശാലും താഴെ പോകുന്നു, ഏജിങ് കുറയുന്നേ ഉള്ളൂ ഈ പറയുന്ന ഈ നമ്മുടെ ഈ ജനറേഷൻ കാരണം എന്നുള്ളതാണ് അതിലൊക്കെ പറയുന്ന. ഇതിനെപ്പറ്റി ജോസ് സാർ എന്ത് പറയുന്നു? ഞാനത് ശ്രദ്ധിച്ചില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. എനിക്ക് അടുത്ത പറയാം. ഞാൻ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒരു കൺസെപ്ഷൻ ലെവലുള്ള ജനറേഷൻ ലോഡ് ഫോളോയിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. അതായത് ലോഡ് ഇല്ലാതെ ലോഡ് ജനറേഷൻ ബാലൻസ് എപ്പോഴും ഉണ്ടാവും. ഇനി ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പറയാം, ഡിസ്ട്രിബ്യൂഷനിൽ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മള് ഒരു സോളാറില് നമ്മൾക്ക് അത് ജനറേറ്റ് ചെയ്യുമ്പം അതിന്റെ ഒരു ഭാഗം നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു നമ്മുടെ ലോഡിൽ പറ്റുന്നതാണെങ്കിൽ. അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. ഏതൊക്കെയാണ് ഒരു ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നു, ബാക്കിയുള്ള ഭാഗം നമ്മൾ LT ലൈനിലേക്ക്, LTയുടെ കാര്യമാണെങ്കിൽ LT ലൈനിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യും. ആ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആ LT ലൈനിൽ അടുത്ത കൺസ്യൂമർ ഉണ്ടെങ്കിൽ ആ കൺസ്യൂമർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഉപയോഗിച്ച ശേഷം എല്ലാം മിച്ചം വന്നാൽ മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫോമറിലേക്ക് ചെല്ലും. ട്രാൻസ്ഫോമറിലേക്ക് ചെല്ലുമ്പം അതിനകത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് സാധാരണ ഒരു ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിയിലേക്കും നമ്മുടെ ഈ ഡൊമസ്റ്റിക് ലോഡുകൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ സിംഗിൾ ഫേസ് ആണ്. 90% കൂടുതൽ ലോഡുകൾ സിംഗിൾ ഫേസ് ആണ്, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ലോഡ്. അപ്പൊ നമ്മൾ ഒരു ഫേസിൽ ഇത് ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആണ്.
ഇത് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കുഴപ്പമില്ല, KSEB തന്നെയാണ്, ലൈസൻസ് തന്നെയാണ്, അല്ലെങ്കിൽ യൂട്ടിലിറ്റി തന്നെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്. അപ്പം ആ ലോഡ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നോർമലി തിയററ്റിക്കലി പറഞ്ഞാൽ എല്ലാ ട്രാൻസ്ഫോമറും ബൈ ഡയറക്ഷനിലാണ്. ഇവിടുന്ന് കൂടുതലുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് 11 കെയിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകാതിരിക്കത്തില്ല, പോകും. അപ്പം നമ്മൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സ്ട്രക്ചർ ഇത് ഡിസൈൻഡ് ഫോർ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. എന്ന് പറഞ്ഞാൽ 11 കെ സൈഡിൽ നിന്ന് LT സൈഡിലേക്ക് ഫ്ലോ ചെയ്യാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ശരി, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. DY11 ആണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോമർ തിരിച്ച് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഓവർഹീറ്റ് ആകാൻ സാധ്യത. ഓവർഹീറ്റ് ആകുമ്പോൾ കാരണം വെച്ചാൽ നമുക്കറിയാം, ഒരു ഫേസിൽ നിന്ന് അടുത്ത ഒരു ഫേസിൽ ചിലപ്പോൾ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുകയും ആ ഫേസിൽ തന്നെ അത് കൺസ്യൂം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഫേസിൽ ഉണ്ടാവുകയും പിന്നെ എന്നാൽ മറ്റേ ഫേസിൽ ഡ്രോ ചെയ്യുകയും ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സർക്കുലേറ്റിംഗ് കറന്റ് ഉണ്ടായി ആ സെയിം ലോഡ് തന്നെ അടുത്ത ഫേസിലേക്ക് ഇത് ചെയ്യാം, റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും അവിടെ ഒരു സർക്കുലേറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഈ അൺബാലൻസിങ് ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സർക്കുലേറ്റിംഗ് കറന്റ് ഉണ്ടാവും, ഹാർമോണിക്സ് ഉണ്ടാവും. ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലാം നമ്മുടെ സാധാരണ ട്രാൻസ്ഫോമറുകൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ്. അത് നമ്മുടെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസും നമ്മുടെ PM സൗരകറിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റിയുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. രണ്ടാമത്, they ensure that their load is balanced, system is balanced. ഒന്ന്. രണ്ടാമത്, they should ensure that their transformer is not overloaded. അത് നമ്മൾ 90% കപ്പാസിറ്റി വരെ അലോ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലോ ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതൊക്കെ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ 2013 കണക്ടിവിറ്റി സ്റ്റാൻഡേർഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷന്റെ കണക്ടിവിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന കണക്ടിവിറ്റി എൻഷുർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ PM സൗരകറിന്റെ ആണെങ്കിലും MNREയുടെ ആണെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണെങ്കിലും ഗൈഡ് ലൈൻസിനകത്ത് നിങ്ങൾ ഇത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വേണ്ട വിധത്തിൽ സ്റ്റഡി ചെയ്തിട്ട് അതിന് വേണ്ട ബാലൻസ് ചെയ്യുകയും അതിന് വേണ്ടുന്ന കപ്പാസിറ്റി എൻഹാൻസ്മെന്റ് ചെയ്യുകയും ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ ലെവലിൽ ആൾക്കാരുടെ പൈസ മേടിക്കണമെന്നും എത്ര മെഗാവാട്ട് വരെ എത്ര കിലോ വാട്ട് വരെ ആണെങ്കിൽ യൂട്ടിലിറ്റി തന്നെ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമറിനകത്തും പറഞ്ഞിട്ടില്ല പറയുന്നു. ഇതൊക്കെ ചെയ്യേണ്ടത് യൂട്ടിലിറ്റിയുടെ കടമയാണ്. അപ്പൊ അവര് ഈ പറയുന്നത് ബാലൻസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇലക്ട്രിസിറ്റി സിസ്റ്റം, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്തുള്ള വീക്ക് പോയിന്റുകളെല്ലാം പുറത്തു വരികയാണ്. ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വൈദ്യുതി കൊടുക്കാനായിട്ട് കറക്റ്റ് വോൾട്ടേജിലും മേന്മേറിയ വൈദ്യുതി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സിസ്റ്റംസ് ഇവിടെ ഇല്ലാത്തതിന്റെ വീക്ക് പോയിന്റ് മുഴുവനാണ് ഇവിടെ പുറത്തു വരുന്നത്. ഒരാൾ ഇഞ്ചക്ഷനിലേക്ക് വരുമ്പോൾ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഇഞ്ചക്ട് ചെയ്തപ്പോൾ അവർ SLDCയിൽ വിസിബിൾ ആയിട്ട് ഡേറ്റ എടുത്ത് മാനേജ് ചെയ്യുന്ന പോലെ തന്നെ ആ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നിന്ന് വലിയ ജനറേറ്ററുകളുടെ ലെവലിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ LT സൈഡിൽ അത് ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങി. അത് സിസ്റ്റത്തിലേക്ക് അപ്പൊ അതിന്റെ റിയൽ ടൈം ഡേറ്റ കാണുകയും അതിന്റെ ട്രാൻസ്ഫോമറുകളുടെ ബാലൻസിങ് അറിയുകയും അതിനുശേഷം അതിനു വേണ്ടിയിട്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുകയും ചെയ്തത് യൂട്ടിലിറ്റിയുടെ ഉത്തരവാദിത്തം. അത് നടക്കാത്തപ്പോൾ കാലം ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവും. ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിട്ട് അതിനെ അഡ്രസ് ചെയ്യാനായിട്ടാണ് ഈ സ്മാർട്ട് മീറ്റർ വെക്കണമെന്ന് പറയുന്നത്. അതിനെ അഡ്രസ് ചെയ്യാനായിട്ടാണ് വിസിബിലിറ്റി വേണമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഇവർ ചെയ്യേണ്ട കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഈ പറയുന്ന സോളാറുകാരുടെ പ്രശ്നമാണെന്ന് പറയുന്ന ഒരർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം പറയാം, ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ള പല സ്റ്റേറ്റിലുണ്ട്. ഇപ്പം രാജസ്ഥാനിലുണ്ട്, ഗുജറാത്തിലുണ്ട്, കർണാടകയിലുണ്ട്, ഇവിടെയുണ്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ. അവിടെ സിംഗിൾ 11 kV അവിടെ പ്രശ്നമില്ലല്ലോ, 1.6 പ്രശ്നമില്ല. അതെല്ലാം കൂടെ അവസാനം പോയി നമ്മള് സബ്സ്റ്റേഷനിൽ ചെന്നിട്ട് സബ്സ്റ്റേഷൻ ട്രാൻസ്ഫോമർ വരുമ്പോൾ അവിടെ ഈസി ആയിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടുന്ന ഡിസൈനിലൂടെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ട്രാൻസ്ഫോമറിലാണ് ഈ പറഞ്ഞ പ്രശ്നമുള്ളത് ആ പറഞ്ഞ ട്രാൻസ്ഫോമർ എൻഹാൻസ് ചെയ്യാം. അല്ലെങ്കിൽ DY11 പകരം വേറെ YY0 വെച്ചിട്ടുള്ള ട്രാൻസ്ഫോമറോടെ വെക്കണം. ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ അവർ ഒരു തേർഡ് ഏജൻസിനെ കൊണ്ട് വേണമെങ്കിൽ എക്സ്ട്രാ ഇലക്ട്രിസിറ്റി എക്സ്പോർട്ട് ചെയ്യാതെ ഒരു സ്റ്റോറേജ് സിസ്റ്റം വെക്കണം. ഇത് വെക്കണം ആരെങ്കിലും പറഞ്ഞോ? ഈ സ്റ്റോറേജ് സിസ്റ്റം KSEBക്ക് തന്നെ ടെൻഡർ കൊടുത്തിട്ട് അവർക്ക് പറ്റിയില്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസിനെ ഏൽപ്പിച്ചിട്ട് ഇത് അബ്സോർബ് ചെയ്യിച്ചിട്ട് രാത്രി തന്നെ ഉപയോഗിക്കാൻ അവർക്ക് തന്നെ കിട്ടിയാൽ ഈ 0 പൈസയുടെ ഇലക്ട്രിസിറ്റി 10 രൂപയ്ക്ക് വിൽക്കാമല്ലോ അവർക്ക്. പറ്റത്തില്ലേ? KSEBക്ക് തന്നെ പറ്റില്ലേ? പക്ഷെ ഇത് വലിയൊരു സിസ്റ്റത്തിൽ ഇത് വയബിൾ ആവുകയും ചെറിയൊരു സിസ്റ്റത്തിൽ വയബിൾ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് വയബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ
ഇവര് എൻവറോൺമെന്റ് ഉണ്ടാകുന്നില്ല, അതിന് പറ്റുന്ന റെഗുലേഷൻസ് ഇല്ല. ആരെങ്കിലും ബാറ്ററി വെച്ചിട്ട് കണക്ഷൻ ചോദിച്ചാൽ കൊടുക്കത്തില്ല. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെ ശരിയാവുന്നേ? അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു. രണ്ട് പേപ്പേഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യും. കാരണം ആ റിസർച്ച് പേപ്പറുകളിൽ കൃത്യമായിട്ട് ഇതിന്റെ ഏജിങ് കുറയുന്നേ ഉള്ളൂ എന്നുള്ളതാണ് അവരുടെ ഫൈൻഡിങ്സ്. അല്ല, ഏജിങ് കുറയുമല്ലോ, അത് അഡ്രസ് ചെയ്യേണ്ട ഇവിടെ കടമയാണ്. അത് ഇന്നും തുടങ്ങിയ പ്രശ്നമല്ല. ഇതിന്റെ പ്രശ്നം ഞാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ആയിരിക്കുമ്പോൾ തൊട്ട് ഞാനിത് നോക്കിക്കൊണ്ടിരുന്നതാണ്. എന്റെ കയ്യിൽ ഒരു ക്ലിപ്പോണോമീറ്റർ വെച്ച് എല്ലാ ട്രാൻസ്ഫോമറും ഫീൽഡിൽ പോയി നോക്കായിരുന്നു. ഫേസിനേക്കാൾ അന്ന് സോളാർ വരുന്നതിന് മുമ്പ് ഫേസിനേക്കാളും കൂടുതൽ കറണ്ട് ഉള്ള ന്യൂട്രൽ ഉണ്ട്. മിക്കവാറും ട്രാൻസ്ഫോമർ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നോക്കിയാൽ ആദ്യമേ ഫെയിൽ ആകുന്നത് ന്യൂട്രൽ ബുഷാണ്. അതിലെ കൂടിയാണ് ഓയിൽ ഇറങ്ങി പോകുന്നത്. എന്തുകൊണ്ടാണ്? ഇന്നത്തെ പ്രശ്നമൊന്നുമല്ല ഇത് സോളാർ വരുന്നതിന് മുമ്പാണ്. ഞാനത് പറഞ്ഞ കാര്യം, സോളാർ വന്നപ്പോൾ ഈ പ്രശ്നങ്ങൾ അഗ്രഗേറ്റ് ചെയ്യുകയും റിഫ്ലക്ട് ചെയ്യുകയും അത് ഒരു ബോധമുള്ളവരുടെ, നമ്മുടെ ഈ സോളാർ വെക്കുന്ന ഒരുമാതിരി ബോധമുള്ള ആൾക്കാരാണല്ലോ, മറ്റേ ഒരുമാതിരി ഉള്ളവർ. അപ്പൊ അവർ പ്രതികരിക്കാൻ തുടങ്ങി. അത്രേ ഉള്ളൂ, ഒരു വ്യത്യാസമില്ല. നേരത്തെ ഈ പ്രശ്നമുണ്ട്. ഈ സിസ്റ്റം പ്രശ്നം നേരത്തെ ഉണ്ട്. നമുക്കറിയാലോ, ഇലക്ട്രിസിറ്റി നമ്മൾ കഴിഞ്ഞ വർഷം ഇവര് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനകത്ത് 100 കിലോമീറ്റർ കൂടുതൽ ലെങ്ത് ഉള്ള 11 kV ലൈനെ കുറിച്ച് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമാനുസൃതം 8 കിലോമീറ്ററേ പറ്റുള്ളൂ 11 kV ലൈന്. മേന്മയേറിയ ഇലക്ട്രിസിറ്റി കറക്റ്റ് വോൾട്ടേജ് കൊടുക്കാൻ 8 കിലോമീറ്റർ കൂടുതൽ 11 kV ലൈൻ പറ്റത്തില്ല. ആ സ്ഥലത്താണ് കാസർഗോഡിലും മലപ്പുറത്തും ഇടുക്കിയിലും 100 കിലോമീറ്റർ ലെങ്ത് ഉള്ള 11 kV ലൈൻ ഉണ്ടെന്ന് പറയുന്നത്. അത് ഇത്രയാണോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ റിപ്പോർട്ടിൽ. അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായത്? അപ്പൊ ഈ സിസ്റ്റം ഇതുപോലെ കുളമാക്കിയത് ഇവര് തന്നെയാണ്. ഈ സിസ്റ്റം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നം കറക്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഗ്രിഡ് സപ്പോർട്ട് ചാർജ് കൂടി നമ്മുടെ വാങ്ങുന്നത് പോലും ഈ ഫെയിലിയറിന് അടിസ്ഥാനമാക്കിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രിഡ് സപ്പോർട്ട് ചാർജ് വാങ്ങിക്കുന്നു. എന്ത് സപ്പോർട്ട് ചാർജ് വാങ്ങിക്കാനും കുഴപ്പമില്ല. അവര് എക്സസ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഗ്രിഡ് സപ്പോർട്ട് വാങ്ങിക്കട്ടെ, അതിന് ചിലവിനനുസരിച്ച്. അല്ലാതെ ഇത് നോക്കൂലിയാക്കുന്നതിനാണ്. നോക്കുകൂലിയല്ല ചോദിക്കുന്നത്, ഒന്നും ചെയ്യാതെ. ശരി, ഓക്കെ. അപ്പൊ ഇതില് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ സംശയം ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. അടുത്ത മിസ്റ്റർ അജിത്ത് സംസാരിക്കോ? സാറേ, ഇപ്പൊ ഈ സഹദേവൻ സാറ് പറഞ്ഞ വിഷയം റൂർക്കി IIT-യിലെ ഒരു കനയ്യകുമാറിന്റെ ഒരു പേപ്പറാണ്. അതിൽ അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ സോളാർ ഇഞ്ചക്ഷന്റെ പവർ കൂടുന്തോറും the acceleration of decay of the transformer will decrease. അതാണ് അയാളുടെ തീസിസ്. മനസ്സിലായി? അയാളുടെ ഹൈപ്പോത്തിസിസ് അയാൾ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ സോളാർ ഇഞ്ചക്ഷൻ മൂലം ഇവരുടെ എല്ലാം ട്രാൻസ്ഫോമർ ചീത്തയാകുന്നു, കേടാകുന്നു എന്നാണ് KSEB പറയുന്നത്. പക്ഷേ IIT റൂർക്കിയുടെ അവരുടെ പഠനം പറയുന്നത് ഈ ഫുൾ പൊട്ടൻഷ്യൽ ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആക്സിലറേഷൻ ഓഫ് ഡീകെ കുറയുന്നു. അതായത് അത് ചീത്തയാകാനുള്ള സാധ്യത കുറയുന്നു എന്നാണ് ആ പഠനത്തിൽ. സാർ അതിന്റെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് സാർ അത് അടുത്ത മീറ്റിംഗിൽ പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ അപ്രോച്ചിന്റെ അനാലിസിസ് ആണെങ്കിൽ നമ്മള് ലോഡ് മുകളിൽ നിന്ന് വരുന്നതിന് പകരം ആ LT ലൈനിൽ കൂടുതൽ ലോഡ് ഉണ്ടാവുക, അത് കൂടുതൽ ലോഡ് ചെയ്യുന്ന സാധ്യത കുറയുമായിരുന്നു. പക്ഷെ ഇതിനകത്ത് കുറെ അഡ്രസ് ചെയ്ത വിഷയങ്ങളുണ്ട്. അഡ്രസ് ചെയ്ത വിഷയമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലൈസ് കിട്ടും. ഇതിനകത്തുള്ള അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഏത് ടൈപ്പാണ് വിഷയങ്ങളിൽ കണ്ടിട്ട് അതിനെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ പറയത്തില്ല. ഞാനത് പറയുന്നത് നോർമലി എക്സിസ്റ്റിംഗ് ട്രാൻസ്ഫോമറിന്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ അൺബാലൻസിങ്ങും എക്സ്പോർട്ടിങ്ങും ആണ്. ആ എക്സ്പോർട്ടിങ്ങും അൺബാലൻസിങ്ങും അഡ്രസ് ചെയ്യപ്പെടണം. അത് അതിനുവേണ്ടി ഡിസൈൻ ചെയ്തതല്ല. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ വെക്കുക, അല്ലെങ്കിൽ ആ രണ്ട് ഇഷ്യൂ അഡ്രസ് ചെയ്തുകൊണ്ട് അതിനെ അവിടെ നിർത്താൻ പറ്റുമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കുകയും അവിടെ തന്നെ ചെയ്യുകയും അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഉള്ള ട്രാൻസ്ഫോമർ വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. പക്ഷെ അതിന് പൈസ വ്യത്യാസമൊന്നുമില്ല. ഞാനിത് പറയുന്നത് ഇങ്ങനെയുള്ള ലൊക്കേഷനുകൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്താൽ അവർക്ക് ആ ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്ത് പുതിയ ട്രാൻസ്ഫോമർ ഓർഡർ ചെയ്യുമ്പോൾ അത് മേടിച്ചാൽ മതി. എന്നിട്ട് ഈ ട്രാൻസ്ഫോമർ അല്ലാത്തടത്തോട്ട് വെക്കാം, അതിന് നഷ്ടമൊന്നുമില്ല. ഇത് ഈ ഓട്ടോമാറ്റിക്കലി ചെയ്താൽ ഇങ്ങനെയുള്ള പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് പുതിയ ട്രാൻസ്ഫോമറുകൾ ഓർഡർ ചെയ്ത് ആ പോയിന്റുകളിൽ പുതിയ ട്രാൻസ്ഫോമർ വെച്ചത് മറ്റേത് റിലീസ് ചെയ്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ലാത്തടത്തോട്ട് വെക്കാം. അതിനുവേണ്ടി ഒരു പൈസയും നഷ്ടമില്ല. അത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫോമർ ലെവലിലുള്ള ഡേറ്റ വേണം. സ്മാർട്ട് മീറ്ററോ വെച്ചിട്ടോ അല്ലാതെയോ വേണം. അങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കണം. അല്ലാതെ ഒരു കാര്യമില്ല. ഓക്കെ, അടുത്തത് മിസ്റ്റർ PM ബാബുരാജ് സംസാരിക്കുന്നുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു ഇവിടേക്ക്. വേറെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ട്, അല്ലെങ്കിൽ നമ്മുടെ ADSPCയെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അടുത്തത് ദേവദാസൻ സാർ സംസാരിക്കും.
സാറേ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കും സാറേ, ദേവദാസൻ സാറേ. ഗുഡ് ഈവനിങ്. സാറേ നമ്മളിപ്പോ ഇവരിപ്പോ ക്യാമറ- അവരുടെ ക്യാമറ ഓൺ ആക്കുന്നുണ്ടോ സാറേ? ക്യാമറ കാണണോ? ഇപ്പോഴാണ് പറഞ്ഞോ. നമ്മളിപ്പം ഇപ്പൊ പേപ്പറിലും അങ്ങനെയുള്ള പല സബ്മിഷനിലും പ്രധാനമായിട്ട് വരുന്നത് എത്ര 500-ലധികം കോടി ഈ സോളാർ പ്രൊസ്യൂമേഴ്സ് കാരണം നഷ്ടം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പൊതുവെ നമ്മളിപ്പോ ചിന്തിക്കുകയാണെങ്കിൽ, എൻ്റെ ഈ ഫീൽഡിൽ കുറെ കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ട്രാൻസ്ഫോമർ, ഇപ്പം എസ്പെഷ്യലി റൂറൽ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അണ്ടർലോഡഡ് ആണ് ഡേ ടൈമിൽ അധികവും വരുന്നത്. ആ സമയത്ത് നമ്മളിപ്പോൾ ഒരാൾ ഒരു 3 kW അല്ലെങ്കിൽ 5 kW ജനറേറ്റ് ചെയ്യുന്നു വിചാരിച്ചോളൂ, ഫുള്ള് ജനറേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിലും ശരി, ആ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലുള്ള മറ്റുള്ള LT കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ, അത് ഡൊമസ്റ്റിക് ആണെങ്കിലും ചില കമേഴ്സ്യലും ഉണ്ടായിരിക്കും. അവർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവാനുള്ളതേ കാര്യമായിട്ട് വരുന്നുള്ളൂ. ഇവർ പറയുന്ന മാതിരി അത് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് 11 kV സൈഡിലേക്ക് പോകുന്നത് വളരെ വളരെ നെഗ്ലിജിബിൾ ആണ്. ഒരുപക്ഷെ വലിയ സിറ്റിയിലൊക്കെ ഇതേമാതിരി അതിന്റെ ഡെൻസിറ്റി, ഒരു ട്രാൻസ്ഫോമറിന്റെ സെന്ററിന്റെ കീഴിൽ ഈ ജനറേഷന്റെ ഡെൻസിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ചൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി അങ്ങനെയുള്ള സിറ്റിയിൽ ഒരുപാട് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്. അവർക്ക് നമ്മുടെ അടുത്തുനിന്ന് 2 രൂപയ്ക്കും 3 രൂപ 26 എന്ന് പറഞ്ഞാൽ നാളെ ഇനി 1 രൂപ അതിൽ വീണ്ടും കുറച്ച് കഴിയും ഗ്രിഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 2 രൂപ 26 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം അവർക്ക് 6 രൂപയ്ക്കോ 8 രൂപയ്ക്കോ ആ താരിഫിനനുസരിച്ചിട്ട് അവർക്ക് വിൽക്കാൻ പറ്റും. എന്നിട്ട് ഇവരെങ്ങനെയാണ് ഇത് ഇവിടെ നഷ്ടം വരുന്നതെന്ന് എങ്ങനെയാ പറയുന്നത്? പിന്നെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ട്രാൻസ്ഫോമർ ഇപ്പൊ നമ്മളെ സോളാർ ഇല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമറിന്റെ മാക്സിമം കപ്പാസിറ്റി ഉണ്ടല്ലോ, ഒരു 100 kVA ട്രാൻസ്ഫോമർ ആണെങ്കിൽ റൗണ്ട് അബൌട്ട് റഫ്ലി ഒരു 150 ആംബിയർ അതിന്റെ സെക്കൻഡറിയിൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും. കറണ്ട് അവിടുന്ന് ഇങ്ങോട്ടായാലും ഇവിടുന്ന് അങ്ങോട്ടായാലും ആ 150 ആംബിയർ അല്ലേ അതിനകത്തുകൂടി പാസ് ചെയ്യുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇവർ പറയുന്ന മാതിരി ഇപ്പോ അതുകൊണ്ട് നഷ്ടം ഉണ്ടാവുന്നത്, ട്രാൻസ്ഫോമർ ഫെയിൽ ആവുന്നത്? വളരെ റെയർ ആയുള്ള കേസിൽ എവിടെയെങ്കിലും സംഭവിച്ചെന്ന് ഇരിക്കാം, അതിനെപ്പറ്റി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷെ മെജോറിറ്റി അങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഇത്രയും ലോസ് ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഞാൻ 40 വർഷമായിട്ട് ഈ ഡിസ്ട്രിബ്യൂഷനിലും ട്രാൻസ്മിഷനിലും നന്നായിട്ട് ഓൺ ദ ഹാൻഡ് എന്ന് പറഞ്ഞാൽ പറയാം, സ്വന്തം എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ളതാ. ഞങ്ങളൊക്കെ ട്രാൻസ്ഫോമറിന്റെ ലോഡിങ്ങും ട്രാൻസ്ഫോമറിന്റെ ബാലൻസിങ്ങും വൺസ് ഇൻ 2 months അല്ലെങ്കിൽ 3 months ചെയ്തുകൊണ്ടിരുന്നതാ. ഇനി അത് ചെയ്യാൻ പറ്റാത്ത ചില കേസിൽ, അതായത് ചില കേസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ സിറ്റി പോലെയുള്ള സ്ഥലത്താണെങ്കിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫേസ്, സാധാരണ ഒരു ലൈൻമാൻ ലൈറ്റ് ഓഫ് ചെയ്യാതെ ഒരുത്തൻ കണക്ഷൻ കൊടുക്കുക, ഒരു സിംഗിൾ ഫേസ് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, ഏറ്റവും താഴെയുള്ള ഫേസിൽ കൊണ്ടുപോയിട്ടാണ് ഈ കണക്ഷൻ കൊടുക്കുക. അപ്പോഴെന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ താഴെയുള്ള ഫേസിൽ എപ്പോഴും കറണ്ട് ഡെൻസിറ്റി കൂടുതലും മുകളിലുള്ള ട്യൂപ്പിന്റെ മുകളിൽ 2 ഫേസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഫേസിൽ എപ്പോഴും കൂടുതലായിരിക്കും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഓരോ 1/2 കിലോമീറ്ററിലും അതല്ലെങ്കിൽ ഓരോ കട്ട് പോയിന്റിലും ഈ താഴെയുള്ള ഫേസിനെ ഇൻസുലേറ്റഡ് കേബിൾ വെച്ചിട്ട് മുകളിലത്തേക്ക് കണക്ട് ചെയ്യുക, അതായത് ഇന്റർ കണക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അലൈൻമെന്റ് അങ്ങനെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാക്സിമം ബാലൻസിങ് നടക്കും. അത് കൂടാതെയാണ് സാറ് പറഞ്ഞ മാതിരി ഈ ട്രാൻസ്ഫോമറിൽ ക്ലിപ്പോൺ അമ്മീറ്റർ വെച്ചിട്ട് നമുക്ക് മാസത്തിൽ ഒരിക്കലോ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വൺസ് അപ്പോൺ എ ടൈം അറ്റ്ലീസ്റ്റ് അവർക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഞാനിതേമാതിരി പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ്. 155 ആംബിയർ ഒരു ഇതില്, 85 ആംബിയർ വേറെ ഒരു ഫേസിൽ, 100 ആംബിയർ വേറൊരു ഫേസിൽ. അവിടെ ഇരിക്കുന്ന എഞ്ചിനീയർ പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, കണക്ഷൻ അതിൽ കൊടുക്കാൻ പറ്റില്ല, ആൾറെഡി ഫുള്ളി ലോഡഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ കണക്കുകൂട്ടൽ പ്രകാരം അത് ഒരു ഫുള്ളി ലോഡഡ് അല്ല. ഞാൻ എന്ത് ചെയ്തു, എന്റെ കീഴിലുള്ള എഞ്ചിനീയർ കേൾക്കില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു രാത്രി ഞാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ വന്ന് എന്റെ ലൈൻമാനെ കൂട്ടി ഞാൻ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോ ഇങ്ങനെയാ വന്നിരിക്കുന്നത്. ആ റീഡിങ്സ് എടുത്ത് കാണിച്ചു കൊടുത്തു. നാളെ അവനോട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് നല്ലൊരു സിറ്റി മാതിരിയുള്ള ഏരിയ ആണ്, സിറ്റി ഏരിയ ആണ്. അപ്പൊ അവിടെ പെട്ടെന്ന് അങ്ങനെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ എടുക്കുമ്പോൾ ആൾക്കാർ ബഹളം വെക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഒരു ദിവസം ഇത് എടുത്തു, അങ്ങനെ ബാലൻസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്തപ്പം ബൈ ആൻഡ് ലാർജ് അത് ബാലൻസ്ഡ് ആണ്.
ഇങ്ങനെയുള്ള എക്സർസൈസ് പലതും ചെയ്യണം. അതൊന്നും ആരും ചെയ്യുന്നില്ല. ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതേമാതിരി പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാര് ഈ ഞങ്ങളുടെ നാട്ടില് കൊളോക്കൽ ലാംഗ്വേജ് പറയൂ, ഈ നീർക്കോലി മൂത്തിട്ട് മണ്ടലിയാവുക എന്ന് പറയുന്നത്. അതായത് നീർക്കോലിക്ക് വിഷം വരും. അങ്ങനെയാണ് സബ് എഞ്ചിനീയർ ഒക്കെ അധികം ആളും ആവുന്നത്. അവർക്ക് ബേസിക്കലായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള നോളജും ഇല്ല. അതെ, ഡിഗ്രിയോ ഡിപ്ലോമയോ ഇതൊന്നും ITI ഒന്നും ഇല്ലെങ്കിലും ശരി, അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് ഇതിനുള്ള സൊല്യൂഷൻ കിട്ടും. ഇത് വലിയ കാര്യമൊന്നുമല്ല. നമ്മളിങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഓഫൺ സോളാർ ഇപ്പോഴാണ് വരുന്നത്. പക്ഷെ അതും അതിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. സോളാറിന്റെ ഡെൻസിറ്റി ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിൽ കൂടുതൽ വരുവാണെങ്കിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസ്യൂമേഴ്സ്, അതായത് കമേഴ്സ്യലും മറ്റുള്ള ഡൊമസ്റ്റിക്കും ഇല്ലാതെ വരുമ്പോഴേ ഈ പ്രശ്നം വരുന്നുള്ളൂ, മുകളിലോട്ട് പോകുന്നത്. അല്ലാതെ പോകുന്ന പ്രശ്നമില്ല. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഒരു MWയുടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ നമ്മൾ കണക്റ്റഡ് ലോഡ് 500 kW ആണെങ്കിൽ ആ 500 kW എടുക്കുള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1 MW എന്ന് പറഞ്ഞാൽ മാക്സിമം 1 MWയുടെ ലോഡ് ഓർ അതിന്റെ 10-15% എക്സ്ട്രാ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കറണ്ട് വരുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട് വെച്ചിട്ടാണ് അതിന്റെ ഔട്ട്പുട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു MW വരെ പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ അത് 500 വാട്ട്സിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനെ അന്നേരം അല്ലെങ്കിൽ ഔട്ട്പുട്ടേ കൊടുക്കുന്നുള്ളൂ എന്നാണ് അതിനർത്ഥം. അല്ലാതെ അത് കൂടുന്നല്ല അതിനർത്ഥം. അത് ക്ലിയർ ആയിട്ട് അതുപോലെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ഈ 500 ക്രോർസ് നഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് മനസ്സിലാവുന്നില്ല. നമ്മളെടുത്തുനിന്ന് ഈ വാങ്ങുന്ന 2 രൂപ 26 പൈസ തന്നിട്ട് വാങ്ങിക്കുന്ന സാധനം 6-8 രൂപയ്ക്കും വെച്ചിട്ട് പിന്നെ എങ്ങനെയാ ഇവർക്ക് നഷ്ടം എങ്ങനെയാ വരുന്നേ? ആ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അവര് കണ്ണടച്ചിട്ട് അങ്ങ് പറയുക അവരുടെ വാദം. അല്ലാതെ ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടും ഇല്ല. അവര് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു സംഭാഷണത്തിനോ അതല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഇതിനൊന്നിനും അവര് വരുന്നില്ല. അവർക്ക് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് എന്തെങ്കിലും നെറേറ്റീവ്സ് പടച്ചുവിടാൻ എന്താ ബുദ്ധിമുട്ട്? ആർക്കാ ചെയ്തുകൂടാത്തത്? അതപ്പൊ നടക്കുന്നതോ? ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കാൻ പറയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. നമ്മൾ KSEBക്കാരെന്ന് പറഞ്ഞാൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അവര് കുറച്ച് കൂടുതലാണെങ്കിൽ തർക്കമില്ല, നാളെ ആര് പോകും അവരോട് ഫൈറ്റ് ചെയ്യാൻ, അങ്ങനെയായിരുന്നു. പണ്ടത്തെ KSRTCന്റെ കഥ പറഞ്ഞായിരിക്കും. KSRTCയിൽ പണ്ട് കാലത്ത് ഞാനൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. നമുക്ക് ഇറങ്ങേണ്ട ഒരു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞു പോയാലും നമ്മൾ ആ ബെല്ലടിക്കാൻ പെടില്ലായിരുന്നു. പ്രൈവറ്റിലായിരുന്നെങ്കിൽ അന്നേരം നമ്മൾ ബെല്ലടിക്കുക, അവിടെ കൊണ്ടുവച്ച് നിർത്തും. KSRTCയിലാണെങ്കിൽ നമ്മൾ ബെല്ല് അഥവാ അടിച്ചാലും കണ്ടക്ടർ നോക്കിയിട്ട് ഓട്ടാനെ നോക്കിയിട്ട് 2 ബെല്ലം അടിക്കും ആ വണ്ടി, എന്നിട്ട് അടുത്ത സ്റ്റോപ്പിലേ നിർത്തുള്ളായിരുന്നു. അതേ സിറ്റുവേഷൻ തന്നെയാ. അതൊക്കെ മാറി വരൂ. ഇപ്പം ഇത്രയും കാലം നമ്മൾ റിസീവിങ് എൻഡ് ആയിരുന്നു. ഇപ്പം നമ്മൾ റിസീവിങ് എൻഡ് അല്ല, അവരാണ് റിസീവിങ് എൻഡ്. അതാണ് ഇവിടുത്തെ 2003 ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പ്രത്യേകത. അത് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സാറ്. ഈ സംസാരിച്ച സാറ് ദേവദാസൻ സാറ് ആള് ഗോവ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ സാറാണ് സംസാരിച്ചത്. അടുത്തത് മിസ്റ്റർ ശരത്ചന്ദ്രൻ സംസാരിക്കും. മൈക്ക് ഓണാക്കിട്ട് സംസാരിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാൻ ജെയിംസ് സാറിൻ്റെ വീഡിയോ കഴിഞ്ഞത് കണ്ടിരുന്നു. ഇപ്പോഴത്തെ പുതിയൊരു ഹൈബ്രിഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത ഒരു ഇത് കൊണ്ടുവരുന്ന കാര്യം എന്താണ്, മീറ്ററിങ്. ക്രിട്ടിക്കൽ ലോഡിനും നോൺ ക്രിട്ടിക്കൽ ലോഡിനും സെപ്പറേറ്റ് മീറ്റർ വെച്ച് ആഡ് ചെയ്യുന്നൊരു ഇഷ്യൂ. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ആസ് ഓഫ് നൗ ഇപ്പോൾ പലയിടത്തും ഇതിന് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. മീൻസ് ഗ്രിഡിൽ നിന്ന് ഇത് ഡിസ്കണക്ട് ചെയ്യും ഇത് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഞങ്ങളുടെ ഏരിയയിലെ, ഞാൻ കായംകുളം ആണ്, അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത്, എൻ്റെ അടുക്ക് ഇങ്ങോട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്യൂസ് ഊരുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്തിൻ്റെ ബേസിൽ? ഒരു നിങ്ങളുടെ പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ നിങ്ങൾ ഊരുന്നു എന്ന് പറയുന്നത് ക്ലിയർ ആണ്. ബട്ട് അല്ലാതെ നിങ്ങൾക്ക് ഫ്യൂസ് ഊരാനുള്ള ഒരു ഇതും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്. എങ്കിലും പക്ഷെ അവർ പറയുന്നത് പല ഇടത്തും ആൾറെഡി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇത് വാട്ട് ടു സേ 2 മീറ്ററിങ്
അഡീഷണൽ നമ്മുടെ മീറ്ററിംഗ് വെച്ചില്ലെങ്കിൽ പറ്റത്തില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ അവരുടെ ചോദിച്ചൊരു കാര്യമായിരുന്നു, അതായത് ഇപ്പോൾ ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കുള്ള ഒരു കാര്യം, അവിടെ ഒരു ബാറ്ററി ഉണ്ട്. സോ ഈ കൺസംഷൻ മീറ്റർ എന്ന് പറയുന്നത് എടുക്കുന്നത് ബാറ്ററിയുടെ പവറും കൂടാണ്. നമ്മൾ സാധാരണ വീടുകളിൽ നോർമലി ഒരു ഇൻവെർട്ടർ വെക്കും. അപ്പോൾ കറണ്ട് പോകുമ്പോൾ നമ്മൾ അതും ബേസിക്കലി അതും ഒരു കൺസംഷനാണ്. ഒരു കൺസംഷൻ ചോദിക്കുകയാണെങ്കിൽ KSEB തന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് എടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കൺസംഷനാണ്. അന്നേരം അതിനെ ഒരിക്കലും എങ്ങും നേരത്തെയും ഒരിക്കലും എടുക്കാറില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹൈബ്രിഡ് വെക്കുന്ന ഒരാളുടെ ബാറ്ററി കൂടെയും ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും ഒരു വാട്ട് ടു സേ എഗൈൻസ്റ്റ് ദ റൂൾ ആൻഡ് ബേസ് കൺസെപ്റ്റ് തന്നെ മാറുന്ന ഒരു കൺസെപ്റ്റാണ് ഇത്. എന്ത് ബേസിലാണ് KSEB ഇങ്ങനെയൊക്കെ ഓരോ റൂളിങ്സ് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ആസ് പെർ താരിഫ് ഓർഡർ കൺസംഷൻ എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ ഇത് ഏത് കൺസംഷൻ എന്ന് പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ എങ്ങനെ കൺസ്യൂം ചെയ്താലും ഞങ്ങൾ അത് കൺസംഷൻ ആയിട്ട് എടുക്കും എന്നാണ് അവരുടെ എക്സ്പ്ലനേഷൻ. ഇങ്ങനൊരു ഇഷ്യൂവിൽ കിടക്കുകയാണ്. ബട്ട് എനിവേ ഞാൻ അവരോടൊക്കെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പൈസ അടച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂസ് വരാനുള്ള ഒരു ഇതുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനെതിരെയുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ വരണം. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടോ? എന്താ ഇതിന് നമുക്ക് ശരിക്കും ഇത് ഒരിക്കലും അങ്ങനെ എന്താണ് പറയുന്നത്, ഒരു മിനിമം ബേസിക് ഐഡിയ പോലും ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നീങ്ങുന്നത് ഇവര്. ശരത്തിന്റെ പ്ലാന്റ് ഓൾറെഡി റണ്ണിങ് അല്ലേ? എന്റെ പ്ലാന്റ് ഓൾറെഡി ഹൈബ്രിഡ് റണ്ണിങ് ആണ്. മീറ്റർ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഇതിന്റെ ഒരു വിക്ടിം ഉണ്ട്, മിസ്റ്റർ ബെൻസൺ. അപ്പൊ അദ്ദേഹം ഇതുകൊണ്ട് സഫർ ചെയ്യുന്ന ആളാ. അപ്പൊ അദ്ദേഹത്തിന്റെ കേസൊക്കെ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ ടെക്നിക്കലി ബുദ്ധിഹീനരായ ഈ ആൾക്കാരുടെ അടുത്ത് തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ട് ഇവർ RPO എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ബാറ്ററിയിൽ നിന്നും ഓഫ് ഗ്രിഡ് ടൈമിൽ ഗ്രിഡ് ഇല്ലാതിരിക്കുന്ന സമയത്ത് സോളാറിൽ നിന്ന് എടുക്കുന്ന സപ്ലൈ എല്ലാം ഈ മീറ്ററിന്റെ അകത്ത് കൗണ്ട് ചെയ്ത് വരികയാണ്. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജിങ്ങിലേക്ക് വരുന്ന സപ്ലൈ അതിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മൊത്തം പ്രശ്നങ്ങളാണ്. പക്ഷെ ഇത് ആരെടുത്ത് പറയാനാണ്? പറഞ്ഞിട്ട് കാര്യമില്ല. ബെൻസൺ ഒന്ന് സംസാരിക്കൂ. ബെൻസന്റെ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പറയുന്ന ഓർഡർ കഴിഞ്ഞ 29-ാം തീയതി തിരുവനന്തപുരത്ത് റീസ് വിങ്ങിൽ നിന്ന് ഇറങ്ങിയ ആ ഓർഡറിന്റെ ഉള്ളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദിസ് ഈസ് ആൻ ഇൻട്രീം ഓർഡർ സബ്ജക്റ്റഡ് ടു അപ്രൂവൽ ഓഫ് KCRC എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇതവിടെ ഇരിക്കെ ഒരു കൺസ്യൂമറുടെ അടുത്ത് അത് ഫോഴ്സ് ചെയ്യാനുള്ള അധികാരം KSEBക്ക് ഇല്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്താൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കുന്ന പറഞ്ഞ് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് കണക്റ്റഡ് ആയിരിക്കുമ്പോ അങ്ങനെ ചെയ്യാം. പക്ഷെ ബെൻസന്റെ കേസിൽ അങ്ങനെ ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. കണക്ട് ചെയ്ത് കിട്ടണം. എന്റെ കേസിലുള്ള ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ മീറ്റർ അവിടെ വെക്കാതെ ഈ ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്ത് തരില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ റെഗുലേറ്ററി കമ്മീഷനെ അപ്രോച്ച് ചെയ്തിരിക്കുക. അപ്പൊ റെഗുലേറ്ററി കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം അവർ കൺസിഡർ ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കണക്ഷൻ പ്രൊവൈഡ് ചെയ്ത് തന്നേ പറ്റുള്ളൂ. അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം ഇപ്പം KSEB ഇതിന് കൊടുക്കുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത്, ഇത് തിരുവനന്തപുരം എങ്ങാണ്ട് കൊടുത്തിരുന്ന ഒരു ഷീറ്റാണ്, ഒരു നോട്ടീസാണ്. ഞാനതൊന്ന് വായിക്കാം. KSEBL അപ്രൂവ് ചെയ്ത ഹൈബ്രിഡ് സോളാർ സിസ്റ്റം സ്കീമിൽ താങ്കളുടെ ഹൈബ്രിഡ് സോളാർ സിസ്റ്റം റീവയർ ചെയ്യുന്നത് സംബന്ധിച്ച് അപ്രൂവ്ഡ് താങ്കളുടെ സോളാർ സിസ്റ്റം ഹൈബ്രിഡ് കണക്ട് ചെയ്യുന്നത് KSEBLന്റെ നിലവിൽ വന്നിട്ടില്ല. നിലവിൽ വന്നിട്ടില്ല ഹൈബ്രിഡിന്റെ ഒരു സിസ്റ്റം. എന്നാൽ 29/8/2025 ചീഫ് എഞ്ചിനീയർ തന്നിരിക്കുന്ന ഇൻട്രിം അപ്രൂവൽ അനുസരിച്ച് താങ്കളുടെ സോളാർ സിസ്റ്റം റീവെയർ ചെയ്യണമെന്ന് KSRC അത് വെട്ടിയിട്ടുണ്ട് പ്രകാരം അറിയിക്കുന്നു. അല്ലാത്ത പക്ഷം താങ്കളുടെ സോളാർ സിസ്റ്റം ഗ്രിഡിൽ നിന്നും വേർപെടുത്തുന്നതാണ്. അതിന്റെ താഴെ ഒരു നോട്ട് കൊടുത്തിട്ടില്ലേ നോക്കി, ആ നോട്ടൊന്ന് വായിച്ചേ. യെസ്, ഇത് ഒരു ഇൻട്രിം അപ്രൂവൽ ആണ്. KSRC കമ്മീഷന്റെ റെഗുലേഷൻസ് അനുസരിച്ച് സ്കീമിൽ വരുന്ന മാറ്റങ്ങൾ കംപ്ലൈ ചെയ്യേണ്ടതാണ്.
approved diagram, attach it for your reference for the action. ഇനി ആ അപ്രൂവ്ഡ് ഡയഗ്രം അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൽ എന്താണ് താഴെ വായിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞേ. അതുകൊണ്ട് അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് ആൻ ഇന്ററിം അപ്രൂവൽ, ദിസ് അപ്രൂവൽ ഈസ് സബ്ജക്റ്റഡ് ടു ദ ഫർദർ ഓർഡർ റെഗുലേഷൻ ഇഷ്യൂഡ് ബൈ KSRC ഇൻ ദിസ് റിഗാർഡ്സ്. അപ്പൊ അവരോട് ചോദിക്കേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ, KCRC നിങ്ങൾക്ക് ഇതിന് അപ്രൂവൽ തന്നിരിക്കുന്നതിന്റെ ഇത് ഹാജരാക്കും, ഞാൻ അതിനനുസരിച്ച് കംപ്ലൈന്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അല്ല, അത് ശരി. അത് KSRC അപ്രൂവ്, ഞാൻ ഇതിനെ കുറിച്ച് KSEB അന്വേഷിച്ചു. KSEB പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, KSRC അപ്രൂവ് ചെയ്തില്ലേ കൂടെയും ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ്, അത് ആൾറെഡി ചീഫ് എഞ്ചിനീയർ അപ്രൂവ്ഡ് ആണ്, ഞങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. ഞാൻ സംസാരിച്ചു ഇതിനെ കുറിച്ച്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത്, നമ്മൾ ഗ്രിഡ് എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് വെൻ എവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മുടെ സാധനം ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അതിന്റെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ റിക്വയർമെന്റ് അല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ബട്ട് അത് ഞാൻ പറഞ്ഞു, നമ്മുടെ സിസ്റ്റം എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ റൂൾസ് വരുന്ന അതിനെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ തന്നെ അപ്രൂവ് ചെയ്ത സിസ്റ്റംസ് ആണ് ഇതെല്ലാം. അല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും കൂടെ അല്ലല്ലോ വെക്കുന്നത്, അവരും വന്ന് ഇൻസ്പെക്ട് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണല്ലോ വെക്കുന്നത്. ഓക്കെ, അടുത്ത ജോർജ് സാർ ഇതിനെ പറ്റി എന്താ പറയുന്നത് നോക്കാം. സാറേ സംസാരിക്കൂ സാറേ. ജോർജ് സാർ. ഞാൻ ഒന്നുകൂടെ കാര്യങ്ങൾ, ഞങ്ങള് ഫിക്സഡ് ചാർജിന്റെ ആർഗ്യുമെന്റ് ബേസിൽ ഇത് ഞാൻ അവിടെ പ്രസന്റ് ചെയ്തതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫിക്സഡ് ചാർജിന്റെ ബേസിസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഇത്. ഫിക്സഡ് ചാർജ് വെക്കണമെങ്കിൽ തന്നെ നമുക്ക് മീറ്റർ വെക്കണമല്ലോ, അകത്ത് കൊണ്ടുപോയി. നമ്മുടെ അകത്ത് മീറ്റർ വെക്കുന്നോണ്ടല്ലേ ഈ പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഫിക്സഡ് ചാർജ് തന്നെ വരുന്നത്. അകത്ത് മീറ്റർ വെച്ചില്ലെങ്കിൽ നമ്മൾ സെൽഫ് ജനറേഷൻ ഇവരങ്ങനെ അറിയുന്നത്. ഞാനത് അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ഒന്നാമത്തെ ആർഗ്യുമെന്റ്, സപ്ലൈ കോഡ് അനുസരിച്ച് പോയിന്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എവിടെയാണ്? ആ പോയിന്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ വെച്ചിരിക്കുന്ന കൺസ്യൂമർ മീറ്ററിന്റെ ശേഷമുള്ള കട്ടൗട്ടിന്റെ പോയിന്റാണ്. ആ കട്ടൗട്ടിന് ശേഷം KSEBയുടെ ആ ഇൻസ്റ്റലേഷൻ മുഴുവൻ ഓൺഡ് ബൈ കൺസ്യൂമർ ആണ്. ഓണർ ഈസ് കൺസ്യൂമർ. ആ കട്ടൗട്ടിന്റെ അപ്പുറത്തേക്കുള്ള മുഴുവൻ ഇൻസ്റ്റലേഷനും യൂട്ടിലിറ്റിയുടെയാണ്, ലൈസൻസിയുടെയാണ്. കട്ടൗട്ടിന്റെ അകത്ത് എന്ത് ചെയ്യണമെങ്കിലും ആ ഓണറിന്റെ സമ്മതം വേണം. മ്യൂച്വലി എഗ്രീഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ യൂട്ടിലിറ്റിക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ യൂട്ടിലിറ്റിക്ക് ആവശ്യപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റി റെഗുലേഷൻ പ്രകാരമുള്ള സേഫ്റ്റി റിക്വയർമെന്റിന്റെ എല്ലാ കാര്യങ്ങളും യൂട്ടിലിറ്റിയുടെ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ആവശ്യപ്പെടാം. CEയുടെ സേഫ്റ്റി റെഗുലേഷൻസ്. പിന്നെ ആവശ്യപ്പെടാൻ പറ്റുന്നത് മീറ്ററിംഗ് റെഗുലേഷൻ, CEയുടെ മീറ്ററിംഗ് റെഗുലേഷൻ അനുസരിച്ച് ആവശ്യപ്പെടും. CEയുടെ മീറ്ററിംഗ് റെഗുലേഷൻ അനുസരിച്ച് നിങ്ങളുടെ വീടിനകത്ത് വെച്ചിരിക്കുന്ന ജനറേഷൻ മീറ്റർ എന്ന് പറയുന്നത് ഓഡിറ്റ് മീറ്ററാണ്. മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് മീറ്റർ വെക്കേണ്ട ആൾക്കാർ അത് ഓണറാണ്, അല്ലാതെ ലൈസൻസി അല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിതേ പറയുന്നുള്ളൂ, മാൻഡേറ്ററി ആയിട്ട് മീറ്റർ വെക്കേണ്ട KSEBയുടെയും മറ്റ് ജനറേറ്റിംഗ് സ്റ്റേഷന്റെ അകത്ത് കയറി ഇവർ ചെയ്യുമോ? ഞാൻ ചോദിക്കുന്നത്, ഒരു ജനറേഷൻ മീറ്റർ എന്ന് പറയുന്നത് ഓഡിറ്റ് മീറ്റർ ആണ്. ആ ഓഡിറ്റ് മീറ്റർ വെക്കാനുള്ള ജനറേഷന്റെ ഓണറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമർ മീറ്റർ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ശരിക്കും പറയാൻ മാൻഡേറ്ററി ആയിട്ട് ലൈസൻസിക്ക് വരുന്നുള്ളൂ. ആ കൺസ്യൂമർ മീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ആ പറയുന്ന പോയിന്റ് ഓഫ് സപ്ലൈയിൽ കൊണ്ട് വെക്കണം. അതിനുശേഷം ഇതിനകത്ത് വരുന്ന അകത്ത് വരുന്ന മീറ്ററുകൾ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് ജനറേഷൻ മീറ്ററുകളാണ്. ഈ ജനറേഷൻ മീറ്ററുകൾ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടിങ് മീറ്ററുകളാണ്. അത് വെക്കാവുന്ന ഉത്തരവാദിത്വം ഓണർ തന്നെയാണ്. അത് ഓണർ എപ്പോഴാണ് വെക്കണം എന്ന് വെച്ചാൽ എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരം മാൻഡേറ്ററി ഓഡിറ്റിംഗ് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ വെക്കണം. എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യേണ്ട ലൈസൻസിക്കല്ല, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിക്കാണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അതിന് വേറെ ഏജൻസി ഉണ്ട് നോക്കാനായിട്ട്. ലൈസൻസിക്ക് അതിനകത്ത് കയറി ഒരു കൺസ്യൂമറുടെ, അങ്ങനെയാണെങ്കിൽ ഞാനിത് പറയുന്ന കാര്യം, ഈ CEയുടെ റെഗുലേഷൻ പ്രകാരം ഇവര് വെക്കേണ്ട ഒത്തിരി മീറ്ററുകളുണ്ട്. ഈ പറയുന്ന KSEB വെക്കേണ്ട മീറ്ററുകളുണ്ട്. ഓരോ ട്രാൻസ്ഫോമറിലും കൊണ്ട് മീറ്റർ വെക്കണം. ഞാൻ പറഞ്ഞ അവരെ ഓരോ ഇന്റർഫേസിംഗ് മീറ്റർ, ട്രാൻസ്മിഷൻ ലൈനിൽ കൊണ്ട് മീറ്റർ വെക്കണം. ജനറേറ്റിംഗ് സ്റ്റേഷനിലെ 3-4 മീറ്റർ വെക്കണം. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടിങ്. KSEBയുടെ തന്നെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ മീറ്റർ വെക്കണം. ഇവിടെ ഒന്നും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മീറ്റർ വെക്കാതെ ഒരു കൺസ്യൂമറിന്റെ വീടിനകത്ത് കയറി മീറ്റർ വെക്കണം ഇത് ഇൻസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നിയമം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് ശരിക്കും നിയമപരമായിട്ട് അവർക്ക് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു മാൻഡേറ്ററി ആയിട്ട് മീറ്റർ വെക്കാനായിട്ട് ആവശ്യപ്പെടാൻ ഇവർക്ക് പറ്റത്തില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ല. ഒരു ജനറേഷൻ മീറ്റർ വെക്കാനായിട്ട് മാൻഡേറ്ററി ആയിട്ട്. പിന്നെ ഇവിടെ നമ്മളിപ്പം
ഇപ്പം തന്നെ ഇതിനനുസരിച്ച് എനർജി നമ്മുടെ ആറിയാൻ ഏൽപ്പിക്കുന്ന റെഗുലേഷൻ അനുസരിച്ച് അതിനകത്ത് എനർജി മീറ്റർ വെക്കാൻ പറഞ്ഞിരിക്കുന്നത് തന്നെ ഫോർ ബാങ്കിങ്ങിന് അഗേൻസ്റ്റ് ആയിട്ടാണ്. ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി കൺസ്യൂമർക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് വെച്ചിരിക്കുന്ന എനർജി എടുത്തിട്ട് ഇവർക്ക് RPOയ്ക്ക് കൗണ്ട് ചെയ്യാനായിട്ട് ലൈസൻസിക്ക് ഉപയോഗിക്കുക. ഇതൊരു മ്യൂച്വലി അഗ്രീഡ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനനുസരിച്ചാണ് ഇപ്പൊ ശരിക്കും പറയാൻ വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവർക്ക് മാൻഡേറ്റ് ചെയ്ത് ഒരാളെ ഫോഴ്സ് ചെയ്ത് അകത്തുകൊണ്ട് മീറ്റർ വെക്കണമെന്ന് പറയാനായിട്ട് ഒരു അധികാരം ഇല്ലെന്ന് ഞാനത് റെഗുലേറ്ററി കമ്മീഷൻ പ്രസന്റ് ചെയ്തപ്പോൾ അവിടെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയുന്നതാണ്. പക്ഷെ ഇവരത് അംഗീകരിക്കണമെങ്കിൽ ഇതൊക്കെ ലീഗലായിട്ട് പോകണം. ലീഗലായിട്ട് പോയിട്ട് തേർഡ് ഏജൻസിയുടെ അടുത്തോ അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് പിക്കപ്പ് ചെയ്യേണ്ടി വരും. അതാണ് ഇതിനകത്തെ വസ്തുത. ഇതൊന്നും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാതെ ഒരു സൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ പറയുന്നത് വേദവാക്യമായിട്ട് എല്ലാവരും അനുസരിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത് ശരിക്കും. അതാണ് ശരത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ബേസിക്കലി ഞാൻ ഇതിനെ സംബന്ധിച്ച് ഞാൻ അവരോട് സംസാരിച്ചു. അന്നേരം ഈ ബേസിക്കലി ഫിക്സഡ് ചാർജ് തന്നെ ബേസ് ചെയ്താണ് ഇവർ ഈ ഒരു ഐഡിയ ഇടുന്നത് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം അവരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ എനർജി മീറ്റർ കാൽക്കുലേഷനിൽ എഫക്ട് ചെയ്യത്തില്ല, ഓൺലി ഫിക്സഡ് ചാർജിനെ എഫക്ട് ചെയ്യും. ബട്ട് ഈ ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത പ്രൊസ്യൂമേഴ്സ് ആയിട്ട് നമ്മൾ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്തുള്ള ഫിസിക്കൽ വയറിംഗ് വാട്ടർ ഗ്രിഡ് വാട്ടർ ഇറ്റ് ഈസ് നമ്മുടെ പ്രമിസസിനകത്തുള്ളതാണ്. അത് KSEB മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. KSEB മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ അവർ ഫിക്സഡ് ചാർജ് ആയിട്ട് എടുക്കാം. അല്ലാതെ നമ്മുടെ ഇതിന് ഞാനത് പറഞ്ഞു, ബട്ട് അവര് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. അല്ല ശരത്, ഒരു സെക്കൻഡ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ശരത്തിന്റെ ആവശ്യം അവരെ ഡിസ്കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ പറഞ്ഞേക്കുന്നത്. യു ഹാവ് എ പേപ്പർ. ഞാൻ പറയുന്നത് ഒരു ലീഗൽ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് എന്റെ ഇത് നിയമപരമായിട്ട് തെറ്റാണ്, അതുകൊണ്ട് എന്നെ കൂടി കേട്ടതിന് ശേഷം മാത്രമേ KSEB ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലീഗൽ കത്ത് ഈ തന്ന ഓഫീസിന് തിരിച്ചു കൊടുക്കുന്നതിന് ഏതെങ്കിലും ഒരു നിയമസഹായം കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരത് പേടിക്കും. കാരണം ഒരു കാവ്യായിട്ട് നമ്മൾ എടുത്തിടണം. അതായത് അവൻ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തി വെറുതെ വന്ന് നമ്മുടെ ഫീസ് കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതിന് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ സഹായം തേടിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഈവൻ സാറെ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഞാൻ പറയുന്നത് ഒരു ഇവനെ ഒന്ന് വെറൈറ്റി ഒന്ന് അവിടെ വെച്ചാൽ മതി, അവിടെ ഇരുന്നോളും. ഒരു ഫീസോ ഇങ്ങനെ നമ്മൾ പണവും മുടക്കിയിട്ടിട്ട് നമ്മളെ മനസ്സമാധാനമൊക്കെ ഇടേണ്ട ഒരു കാര്യമില്ല. നമ്മളെ നിയമം വഴി എനിക്ക് ഇവിടെ വൈദ്യുതി നൽകാനുള്ള അവകാശം നിങ്ങൾക്കൊണ്ട് എനിക്ക് തടസ്സമുണ്ട്, എന്റെ കേട്ടതിന് ശേഷം മാത്രം എന്റെ കട്ട് ചെയ്യുക. എനിക്ക് സമ്മതം, നിങ്ങളെ തർക്കിക്കാൻ എനിക്ക് സമ്മതമാണ്, അത് നമ്മൾ കോടതി വെച്ച് കാണാവുന്ന രീതിയിൽ ഒരെണ്ണം അയച്ചു കഴിഞ്ഞാൽ ഈ ബാക്കി ജോയ് സാർ തന്നെ പറയും. അല്ലല്ല, ഇത് തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ. ഞാൻ നിങ്ങളുടെ ഈ ഒരു സ്പെസിഫിക് കേസിൽ ഇത് തന്നെയാണ് സൊല്യൂഷൻ. ഒരാൾ ഒരു നോട്ടീസ് തന്നു കഴിഞ്ഞാൽ നോട്ടീസ് അവഗണിക്കരുത്. അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, നിയമപരമോ നിയമപരമല്ലാത്തയോ ആയിക്കോട്ടെ, നമ്മൾ അത് അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നും. കാരണം നോട്ടീസ് തന്നയാള് ആ നോട്ടീസ് തന്നിട്ട് ഡിസ്കണക്ട് ചെയ്തെന്ന് അവർ പറയും, അത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെന്ന് പറയും. അവർക്ക് നിയമപരമായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയാണേലും തെറ്റാണേലും അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നോട്ടീസ് തന്നപ്പോൾ ആ നോട്ടീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ലീഗലായിട്ട് ഒരു മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നെങ്കിൽ CGRF പോയിട്ട് പ്രയോജനം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ CDRF പോകാൻ പറ്റും. അവിടെ പോയിട്ട് ഒരു സ്റ്റേ വാങ്ങിക്കാം. അവിടെ CDRF പോയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ അല്ലെങ്കിൽ പറയുന്ന പോലെ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്ന ഒരാൾ പറഞ്ഞാൽ ഹൈക്കോടതി എടുക്കും. കാരണം അദ്ദേഹത്തിന് ഒരാളുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇലക്ട്രിസിറ്റിക്ക് അത് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതി പോകാവുന്ന ഒരു വകുപ്പാണ്. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുമെന്ന് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതി പോകാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസ്യൂമർ കോടതി പോകാം. അതിനെല്ലാം മുമ്പ് ഒരു വക്കീലിനെ കൊണ്ട് തിരിച്ച് നോട്ടീസ് കൊടുക്കും. അപ്പൊ അത് ഇത് ചെയ്യാം, ഒരു സംശയം. അത് ചെയ്യണം. ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകേണ്ടി വരും. പക്ഷെ ആദ്യമേ തന്നെ അല്ല, ഞാൻ പറഞ്ഞ അവർ കട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് അത്രയാണ് നമ്മൾ. അപ്പൊ സ്റ്റേ ഉണ്ടപ്പോൾ അവർ കട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറൊരു ലീഗൽ ആക്ഷൻ ഉണ്ടായിട്ട് അവിടുന്ന് ഒരു ആക്ഷൻ വന്നിട്ട് അവർ കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അന്നേരം ഓടിപ്പടച്ച് ഹൈക്കോടതി പോകേണ്ടി വരും. അത്രയോ. എവിടെയെങ്കിലൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ ഇതെല്ലാരെയും ബാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രതികരിക്കാതിരിക്കുകയും നമ്മൾക്കൊന്നുമല്ല ഇവർക്ക് അധികാരം ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കുത്തിയിരുന്ന പോലീസുകാരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അവർ പിടിച്ച് അടി തന്നാൽ മേടിക്കണ്ടേ? അവർ കോടതി പോയില്ലേ? അതിന് മുമ്പ് ഹൈക്കോടതി പോയി മുൻകൂർ ജാമ്യം എടുക്കുന്നത് അതുകൊണ്ടാ എല്ലാരും. അടുത്ത ബെൻസൺ ഇതിനെ പറ്റി എന്താ പറയാൻ പോകുന്നത്? ഞാനിപ്പോ ജോർജ് സാറും അജിത് സാറും പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്ത്, ആരെങ്കിലും ഒരു അഡ്വക്കേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടീസ്, ലീഗൽ നോട്ടീസ് കൊടുക്കാം. എന്റെ ഇങ്ങനെ ഒരു സ്ഥിരം എല്ലാ ഇന്ന രീതിയിലുള്ള ഇതിനെതിരാണ്, അപ്പൊ അതുകൊണ്ട് അതിന് നടപടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ലീഗലായിട്ട് നേരിടുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് മറുപടി കൊടുക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്ത മിസ്റ്റർ ജിമ്മി മാത്യു സംസാരിക്കാം. മിസ്റ്റർ ജിമ്മി മാത്യു സംസാരിക്കാം. മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കാം. ക്യാമറയും കൂടെ. ഹലോ, കേൾക്കുന്നുണ്ടോ മിസ്റ്റർ ജിമ്മി മാത്യു? അത് വളരെ ലൈവായിട്ട് ഇരുന്നാണല്ലോ ഇത്രയും നേരമായിട്ട്. ക്യാമറയും കൂടെ ഓൺ ആക്കിക്കോളൂ പ്ലീസ്. ഞാൻ വീട്ടിലാണ്. എന്റെ ഓക്കെ, സംസാരിച്ചു. അല്ല പ്ലീസ്. അപ്പം റെസ്പെക്ടഡ് ഓൾ മെമ്പേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് രണ്ടോ മൂന്നോ കാര്യങ്ങളേ ഉള്ളൂ. എന്നുള്ളത്, ഞാനിവിടെ കൊച്ചി സിറ്റിയിലാണ്. അപ്പോൾ എന്തോ ഒച്ച റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും. വരുന്നുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തു. ഓക്കെ പ്ലീസ്. കൊച്ചി സിറ്റിയിലാണ്. അപ്പൊ ഇവിടെ നല്ല പ്രൊഡക്ഷൻ ഉള്ള ഒരു യൂണിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. 5 കിലോ വാട്ടാണ്. 32 യൂണിറ്റ് ഉണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, ഏത് കമ്പനിയാന്ന് പറയുന്നില്ല. ഓക്കെ. പക്ഷെ ഇതിന്റെ പ്രശ്നം, ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു റേഞ്ച് ലോയും ഉണ്ട്, ഒരു റേഞ്ച് ഹൈയും ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിൽ ഒരിക്കലും വോൾട്ടേജ് ഇല്ല. അപ്പോൾ എൻ്റെ പവർ ജനറേഷൻ അതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. എപ്പോഴും ഗ്രാഫിൽ കട്ടായി പോവുകയാണ്. അത് ഞാനന്ന് ജെയിംസ് കുട്ടി സാറായിട്ട് സംസാരിച്ചു. ജെയിംസ് കുട്ടി സാറ് പറഞ്ഞു, ഒരു ടെക്നിക്കൽ വേർഡ് എന്നോട് പറഞ്ഞു. ഞാനതായിട്ട് പോയിട്ട് എഞ്ചിനീയറായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു സാറേ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കാൻ നിൽക്കുവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ, ഫെബ്രുവരി തൊട്ട് അത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോയിട്ട് പ്രൊഡക്ഷൻ ലോ ആവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ 33 യൂണിറ്റ് കിട്ടേണ്ടത് 25-ലോട്ടും 24-ലോട്ടും പോവുകയാണ്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ പല ചർച്ചകളിലും കണ്ടൊരു കേസാണ്. നമ്മളൊരു വീട് പണിയുന്നു. നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ പവർ പ്ലഗുകളും എല്ലാം വെച്ചിട്ട് നമ്മൾ കുറേ ഇലക്ട്രീഷ്യൻ വന്നിട്ട് പറയുന്നു യു ക്യാൻ പുട്ട് പവർ പ്ലഗ് AC ദെയർ ഹിയർ എന്നൊക്കെ പറയുന്നു. നമ്മൾ വെക്കുന്നു. ഒരു KSEBയിലെ ഒരാൾക്ക് വന്ന് നമ്മളെ പരിശോധിക്കാം, നമ്മുടെ വീട് പരിശോധിക്കാം. അപ്പം നമ്മൾ ഇവരെ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവർ വന്ന് പരിശോധിക്കുമ്പോൾ ഈ പവർ പ്ലഗുകളുടെ എല്ലാം കൺസെപ്ഷൻ ഒരു സമയം എന്നും പറഞ്ഞാണ് അവർ നമ്മളെ അക്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു സമയത്ത് ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനും തെളിവൊന്നുമില്ല. നമ്മൾ വെച്ചിരിക്കുന്ന ആ പവർ പ്ലഗുകളാണ് അവരുടെ തെളിവ്. അപ്പോൾ അവർ ഇത് പറയുന്നതും അതെതിരും. അപ്പോൾ നമ്മൾ അവരെ ചലഞ്ച് ചെയ്യാൻ പോകുമ്പോൾ അതിനെ എങ്ങനെ നേരിടുമെന്നും കൂടി പറയണം. പിന്നെ മൂന്നാമത്തെ ഒരു കേസ്, ഈ ബാറ്ററി ഇപ്പം പുതിയതായിട്ട് വരുന്നത്. ഞാൻ 3 വർഷം കഴിഞ്ഞു കേട്ടോ, സോളാർ എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക് ഈവണുമായി 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത കേസ്, പുതിയത് ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സംഘടനയ്ക്ക് എങ്ങനെ ബാറ്ററി ലാഭകരമായിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ്. ചൈനയിലൊക്കെ 20,000 രൂപയ്ക്ക് വരെ കിട്ടുന്നതാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ടാക്സൊക്കെ ഇംപ്ലിക്കേറ്റഡ് ആണ്, അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കേസാണ്. ഈ 3 കാര്യങ്ങളാണ് ജോർജ് സാറും ജെയിംസ് കുട്ടി സാറിനോട് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ടുപേരെയും മെസ്സേജ് എപ്പോഴും കേൾക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് തെറ്റായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചേക്കുക. എൻ്റെ ടെക്നിക്കൽ നോഹൗ കുറവാണ്. താങ്ക്സ്. ജിമ്മി, ഈ വോൾട്ടേജിന്റെ കാര്യം പറഞ്ഞത് നിങ്ങളുടെ ഇൻവെർട്ടറിലെ സെറ്റിംഗ് അല്ലേ? ലോയിലും ഹൈയിലും സെറ്റിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നില്ല, അങ്ങനല്ലേ പറഞ്ഞത്? അതെ സാറേ. ഞാനപ്പം ഈ കൺസൾട്ടന്റ് വന്നു, ഞാൻ അവനോട് പറഞ്ഞു അതൊരു ബെഞ്ച് മാർക്കാന്ന് പറഞ്ഞു. എനിക്ക് അറിയത്തില്ല കേട്ടോ സാറേ, അവൻ പറഞ്ഞു. അല്ല, അത് 265-ലാണ് സാധാരണ സെറ്റ് ചെയ്ത് കാണാറുള്ളത് അപ്പർ സൈഡിൽ. അവൻ പറഞ്ഞു 190 പറഞ്ഞത്. 270, 190. ഓക്കെ, അതിന് നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും മറുപടി പറയും. പിന്നെ രണ്ടാമത് പ്ലഗിന്റെ കാര്യം പറഞ്ഞത്, ഈ കണക്ട് ലോഡ് എന്ന് പറഞ്ഞാല് നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പവർ പ്ലഗിന് 500 അങ്ങനെ എടുക്കാറില്ല. കണക്ട് ചെയ്തിരിക്കുന്ന ലോഡുകളെല്ലാം
അവര് വന്ന് ചെക്ക് ചെയ്താൽ അങ്ങനെ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇതെല്ലാം അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യത്തില്ല. അതിനെയാണ് ഇപ്പം മിക്കവാറും ഒരു പുതിയൊരു സംഭവം കൊണ്ടുവരുന്നുണ്ട്, RMD, റെക്കോർഡഡ് മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കണക്ഷൻ ലോഡ് വേറെയാണ്, പിന്നെ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യുന്ന താങ്കൾ പറഞ്ഞ ആ ഒരു പോയിന്റ് വേറെയാണ്. അതിന്റെ അകത്ത് അങ്ങനെ ഒരു അവര് വന്നിട്ടൊരു പ്ലഗില് അങ്ങനെ ഒരു ഇഷ്യൂ അതിനകത്ത് വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യം താങ്കൾ പറഞ്ഞത് ഒന്ന് നമുക്ക് KDSPC അങ്ങനെ ഒരു സംഭവം എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചൂടെ എന്നുള്ളത്. എന്റെ ഒരു അനുഭവത്തില് ലിഥിയം അയൺ ബാറ്ററി ഒന്നും സ്റ്റേബിൾ ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പം കൂടെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇതൊക്കെ നടക്കത്തുള്ളൂ. മാത്രമല്ല അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ കാര്യങ്ങളൊന്നും നമ്മൾ KDSPC നമ്മൾ ചെയ്യത്തുമില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ആരെങ്കിലും മറുപടി പറയോ? ഈ 3 കാര്യങ്ങൾക്ക് പറയാൻ പറ്റുന്ന മറുപടികൾ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജയ്ജു ഉണ്ട്, ഇതിന്റെ എക്സ്പേർട്സ്. സാറേ, ജോർജ് സാറേ, ഇതില് ഈ പ്ലഗ് പറഞ്ഞിരിക്കുന്ന ആ റേഞ്ച് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ലോവർ ആൻഡ് ഹയർ സെറ്റിംഗ് ആണ്. ആ സെറ്റിംഗ് ശരി തന്നെയാണ്. ആ സെറ്റിംഗിനുള്ളിൽ അതിന്റെ ഇൻവെർട്ടർ വർക്ക് ചെയ്യത്തുള്ളൂ. അത് നോർമലി KSEBയുടെ അതിനകത്ത് ആ സെറ്റിംഗ് അവർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സെറ്റിംഗ് ആണ് സാറിന് അത് കിട്ടുന്നത്. ഈ പറഞ്ഞ 190 165 ആണെന്ന് തോന്നുന്നു. ഏതെങ്കിലും കേട്ടോ, അത് കൃത്യമായ സെറ്റിംഗ് അത് തന്നെയാണ്. 165 ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഏക്കാളും KSEB പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ് ആണ്. അത് ശരാശരി വോൾട്ടേജിന്റെ കൂടുതൽ, അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ എക്വിപ്മെന്റുകൾ ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സെറ്റിങ്ങുകളിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ളിൽ, അതുകൊണ്ടാണ് അത് പോകുന്നത്. പിന്നെ വോൾട്ടേജ് കുറഞ്ഞു പോകുമ്പോൾ ഇതിനകത്ത് ഞാനത് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. നമ്മള് സിസ്റ്റത്തിന്റെ വോൾട്ടേജ്, 2 കാര്യങ്ങളാണ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി തീരുമാനിക്കുന്നത്. ഒന്ന് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. അത് നമ്മുടെ ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, 49.9 to 50.05 ആണ് നമ്മുടെ ഫ്രീക്വൻസി ബാൻഡ്. ആ ഫ്രീക്വൻസി ബാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് KSEB ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാഷണൽ ഗ്രിഡിൽ തന്നെ അത് ബാൻഡ് നോക്കാനായിട്ട് NLDCയും SRLDCയും പോലുള്ള നാഷണൽ ആൾക്കാരുണ്ട്. അവരതിന് വേണ്ടെന്ന് നോക്കിക്കോളൂ. അതുകൊണ്ട് ഫ്രീക്വൻസിയുടെ കാര്യം ഇവിടെ വിഷയം ചെയ്യേണ്ട ആവശ്യം. പിന്നെ അടുത്തത് വരുന്നത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ലൈനിന്റെ വോൾട്ടേജും ഒരു ട്രാൻസ്മിഷൻ 220 kV വരെയുള്ള ഇതിന്റെ വോൾട്ടേജുകളും RLDC തൊട്ടുള്ള ലൈനുകൾ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് അതിന് പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് റേഞ്ച് ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള സിസ്റ്റം വരുന്നുണ്ട്. ഇനി അതിന്റെ താഴത്തേക്ക് വരുമ്പോൾ നമ്മള് 33 kV, 66 kV, 33 kV, 110 kV, 11 kV, 33 kV, 440 വോൾട്ട്, ഈ സൈഡിലെ വോൾട്ടേജിന്റെ റേഞ്ച് നിലനിർത്തേണ്ടത് KSEB തന്നെയാണ്. ആ KSEB അതിന് റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. 33 kV വരെ നമ്മുടെ സ്റ്റാൻഡേർഡ്സിന്റെ റേഞ്ച് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. 11 kV ലെവലിലും 400 kV ലെവലിലും 400 വോൾട്ട് ലെവൽ LT ലെവലിലും അത് തീരുമാനിക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷനാണ്. ആ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് 11 -9 +6 അല്ലെങ്കിൽ 440 ആണെങ്കിൽ +6%. അതാണ് അവരുടെ റേഞ്ച്. ഈ റേഞ്ചിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ലൈസൻസിക്കുണ്ട്, യൂട്ടിലിറ്റിക്കുണ്ട്. അതിനകത്ത് എന്ത് പ്രശ്നമാണെങ്കിലും അതൊരു പരാതിയായിട്ട് കൊടുക്കുകയും അവരെ കൊണ്ട് അത് ചെയ്യിക്കുകയും ചെയ്യണം. അല്ലാതെ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൺസ്യൂമർ ഉത്തരവാദിത്വം അല്ല അത്. അവന് വേണ്ടുന്ന ബാലൻസിങ് എങ്കിൽ ബാലൻസിങ്, അടുത്ത ലൈനെങ്കിൽ ലൈന്, അല്ലെങ്കിൽ എൻഹാൻസ്മെന്റ്, അല്ലെങ്കിൽ പുതിയ ട്രാൻസ്ഫോമർ വെക്കണമെങ്കിൽ പുതിയ ട്രാൻസ്ഫോമർ വെക്കുക. ഇതൊക്കെ ചെയ്യാനായിട്ട് അതാണ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഉത്തരവാദിത്തം ലൈസൻസിംഗ്. ആ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ചെയ്തില്ലെങ്കിൽ അതിന് കോമ്പൻസേഷൻ ഉണ്ട്. ഇതൊക്കെ പ്രതികരിച്ച് പോയാൽ മാത്രമേ ഇതൊക്കെ അവർ ആക്ട് ചെയ്യുള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ചുള്ള നിങ്ങൾക്ക് ലോ വോൾട്ടേജ് ആണല്ലോ, നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നെങ്കിൽ പരാതിയായിട്ട് റിട്ടേൺ പരാതി കൊടുക്കുക. റിട്ടേൺ പരാതി വെച്ചിട്ട് പ്രയോജനം ഇല്ലെങ്കിൽ നിങ്ങൾ CRL പോവുക. CRL പോയിട്ട് അങ്ങനെ രീതിയിൽ സാധനം ബുക്ക് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യാതെ സൊല്യൂഷൻ ഉണ്ടാവുന്നു. അത്രേ ഉള്ളൂ. സാറേ, പ്ലഗിന്റെ കാര്യം പറഞ്ഞത് സാറിന് മനസ്സിലായി. അത് പ്ലഗിന്റെ കാര്യം ഞാൻ പറയാം. ഒരാൾ നമ്മളൊരു പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് കണക്റ്റിലോട് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം പ്ലഗിന്റെ നമ്മൾ ചെറിയ പ്ലഗ് ആണെങ്കിൽ 60 വാട്ടും വലിയ പ്ലഗ് ആണെങ്കിൽ 500 വാട്ടും വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം അവർ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് കണക്റ്റഡ് ലോഡാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ്, നിങ്ങൾ ഒരു പവർ പ്ലഗിനകത്ത് ഒരു 2000 വാട്ടിന്റെ ഗീസർ കൊണ്ട് കണക്ട് ചെയ്താൽ അതിന് 2000 വാട്ട് എടുക്കും. ഒരു 0 ആയിട്ട് കണക്കിൽ 0 ആയിട്ട് എടുക്കും. അത് ഒന്നും കണക്ട് ചെയ്തില്ലെങ്കിൽ 0 ആയിട്ട് എടുക്കും. അതിൽ എന്ത് എക്യുപ്മെന്റ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഒരാൾ വന്ന് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അങ്ങനെ അല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇൻസ്പെക്ട് ചെയ്യുമ്പം റിയൽ ടൈം കണക്റ്റഡ് ലോഡാണ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്ലഗിലേക്ക് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡാണ്.
പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മാക്സിമം ഡിമാൻഡ് വരുന്നുണ്ട്, എത്രമാത്രം ഒരു ഫേസിൽ വരുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് മീറ്റിനകത്ത് ഡേറ്റ ഉണ്ട്. വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ചേർക്കാം. നമുക്കൊരു ഒരു ഡിസ്പ്യൂട്ട് ചെയ്യുവാണെങ്കിൽ KCB ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് KCRC നമ്മുടെ CRF ആവശ്യപ്പെടുന്ന മീറ്ററിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറയാം, മാക്സിമം ഡിമാൻഡ് എത്രയാണെന്ന് പറയാം. ഇതെല്ലാം അവിടെ റെക്കോർഡിംഗ് ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ അവർ എങ്ങനെയാണെങ്കിലും 2 മാസത്തെ ഡേറ്റ മുഴുവൻ മിനിമം 60 ഡേയ്സിലെയോ ഡേറ്റ അതിനകത്ത് സേഫ് ആയിട്ടുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ വോൾട്ടേജ് പവർ ഫൈൽ പോലുള്ള പെർമനന്റ് മെമ്മറി കിടക്കുന്ന കുറെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണം. സാറേ ഈ വോൾട്ടേജിന്റെ കേസ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഇൻവേർട്ടറിന്റെ സെറ്റിംഗ് ആണെന്ന്, അത് മാറ്റിയാ പോരെ? ഇൻവെർട്ടറിന്റെ സെറ്റിംഗ് മാറ്റരുതെന്നാണ്. ഇൻവെർട്ടറിന്റെ സെറ്റിംഗ് ഓൾറെഡി റേഞ്ചിനകത്ത് കിടക്കുന്ന, അത് കളർ മാറ്റി കഴിഞ്ഞാൽ അത് നമ്മൾ അതിന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മറ്റുള്ള കൺസ്യൂമർ എക്യുപ്മെന്റ് എഫക്ട് ചെയ്യും. 265 മുകളിലേക്ക് സെറ്റ് ചെയ്തത് സാറേ. ഞങ്ങളുടെയൊക്കെ 265 പലരുടെയും 265 ഇതാവത്തുള്ളൂ, ഔട്ട് ആവും. അതിനകത്ത് റേഞ്ച് ഉണ്ട്. KCBയുടെ 190 to 264 ഇതാണ് റേഞ്ച്. ആ റേഞ്ച് കൃത്യമായിരിക്കണം. ഇതിപ്പോ എന്താ പറ്റുന്ന വെച്ചാല് പല സ്ഥലങ്ങളിലും വോൾട്ടേജ് കൂടി വരുമ്പോ അടുത്തുള്ള വേറെ ഒരു വെണ്ടർ കൂട്ടി വയ്ക്കും, അപ്പൊ ഇപ്പുറത്തെ കട്ടാവും, അപ്പൊ ഇയാള് കൂട്ടി വയ്ക്കും. ഇപ്പൊ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല അന്നേരം എന്തോ അവര് പറയുന്ന സെറ്റിംഗിൽ നമുക്ക് ഇൻവെർട്ടർ വെക്കാൻ പറ്റത്തുള്ളൂ. 264 190 to 264 ഇതാണ് റേഞ്ച്. ജിമ്മിയുടെ കേസിൽ അങ്ങനെയല്ല. ജിമ്മി പറയുന്നത് 250 എന്തോ ആണ് പറഞ്ഞത്. സാറേ അത് ഞാൻ പറഞ്ഞ ആ കൗണ്ട് ചിലപ്പോൾ തെറ്റായിരിക്കും. എന്റെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടാറ്റയുടെ ടെക്നീഷ്യൻ വന്നപ്പോ പറഞ്ഞതാണ് ഇതിന് ബെഞ്ച് മാർക്ക് ഉണ്ട്, അതിൽ താഴാൻ പോകാൻ പറ്റിയെന്ന് പറയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പൊ 264 ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ, അത് കുഴപ്പമില്ല. ഓക്കെ സാർ, ഈ താഴത്തോട്ട് പോകുന്നതാണല്ലോ പ്രശ്നം. മേലിലോട്ട് നമുക്ക് കയറില്ല, അതെനിക്ക് മനസ്സിലാകും. എന്ന് വെച്ചാൽ മേലിലോട്ട് കയറാനുള്ള വോൾട്ടേജ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ താഴത്തോട്ട് പോകുമ്പോഴാണ് പ്രശ്നം. അതായത് കൂടുതൽ ഡ്രെയിൻ ആകുന്നു ട്രാൻസ്ഫോമറിൽ നിന്ന്, എല്ലാവരും യൂസ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ അപ്ലോഡ് നടക്കാതിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ അവനോട് പറഞ്ഞു ക്യാൻ യു ഡിക്രീസ് ദാറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് പറ്റില്ല സാർ എന്ന് പറഞ്ഞു. സാറ് ടെക്നിക്കൽ പേഴ്സണായിട്ട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ നമുക്കങ്ങനെ ഈ ഒരു ലീഗൽ അല്ലാത്ത കാര്യത്തിലോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല, ഞാനത് താല്പര്യപ്പെടുന്നുമില്ല. ഞാനത് ചോദിച്ചതാണ്. അതിന് ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞ മറുപടിയിൽ 100% എനിക്ക് മനസ്സിലായി. ഞാൻ ആ കംപ്ലൈന്റ് ആയിട്ട് ചെന്നപ്പോൾ എന്നോട് അന്നത്തെ എഞ്ചിനീയർ പറഞ്ഞത് 3000 കണക്ഷനാണ് സാർ ഇവിടുത്തെ സബ് ഡിവിഷനിലുള്ള. ഞാൻ ഇത് പറയുന്നില്ല, 3000 വീടുകളാണ് ഉള്ളത്. അവർക്ക് അവർ പറഞ്ഞത് പൊന്നു സാറേ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നാ പറഞ്ഞത്, ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് പൊട്ടിത്തെറിക്കാന്നാ പറഞ്ഞത്. സത്യം ഞാൻ പറയുന്നില്ല ഡിവിഷൻ, അതായത് 3000 അവര് പറ്റുന്നില്ലെന്ന് പറയാനായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടപ്പാ. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇവര് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഇവിടെ സാധനങ്ങളുണ്ട്. അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവരിട്ടിട്ട് പോകും. അല്ലാതെ ഞാൻ എന്താ പറയണത്? ഇതൊക്കെ അവര് പറ്റുന്നില്ലെന്ന് പറയാനായിട്ടല്ല അവരവിടെ ഇരിക്കുന്നത്, അവര് പറ്റിക്കാനാണ് അവരവിടെ ഇരിക്കുന്നത്. അവരുടെ ജോലിയാ അത് അങ്ങനെ പറയാൻ പാടില്ല. അവരോട് പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് അവരുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരണ്ട. ഇഷ്ടം പോലെ ലൈനുണ്ട്, ഇഷ്ടം പോലെ KCB കാശുണ്ട്. കയ്യിൽ കാശില്ലെങ്കിൽ അതിനുള്ള ലോൺ എടുത്ത് കാശുണ്ട്, ഇഷ്ടം പോലെ കാശുണ്ട്. ഇതൊക്കെ ട്രാൻസ്ഫോമർ ഒന്നും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമല്ല. അത് കൺസ്യൂമർക്ക് കൊടുക്കേണ്ട സർവീസാണ്. അത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നിങ്ങൾക്ക് സർവീസ് ആവശ്യമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെവിടെയാണ് നമ്മൾ ഇത് കാശ് മേടിച്ചോരാ. ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് പത്രത്തിൽ ന്യൂസ് വന്നതാ. ഈ ടീമിനോട് നമ്മൾ പോയി പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, മനസ്സിലായില്ലേ? അടുത്തിലോട്ട് പോവാമോ സാർ? അടുത്ത മിസ്റ്റർ ശരത് ചോദിക്കുന്നോ? ഓക്കെ സാറേ, ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു, നമ്മുടെ മുമ്പേ നമ്മൾ സംസാരിച്ച അതേ കേസിനെ കുറിച്ച്. അപ്പോ KCBയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ആസ് ഓഫ് നൗ ഈ കൺസംഷൻ മീറ്റർ റീഡിംഗ് ഇടാനുള്ള പ്രൊവിഷൻ ഇതേവരെയും അവരുടെ സിസ്റ്റത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഡീറ്റെയിൽസും എനിക്ക് കിട്ടി. ഈവൻ അവർക്ക് ഈ റീഡിംഗ് ഇപ്പം ഞാൻ ഇവർ ഈ പറയുന്ന കൂട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ കൂടെയും ആ റീഡിംഗ് എടുക്കാനുള്ള പ്രൊവിഷൻ പോലും അവർക്ക് ഇതേവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഇൻഫർമേഷനും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അത് ഫേവറബിൾ ആണ്. കാരണം അതുപോലും ഇല്ലാത്ത ഒരു സ്റ്റേറ്റില് നമ്മുടെ ഇങ്ങനൊരു റിക്വയർമെന്റ് അവർക്ക് വെക്കാൻ പറ്റില്ല.
എന്തായാലും നമ്മുടെ ഫിക്സഡ് ചാർജിന്റെ വിധിയും കൂടെ വരട്ടെ, അന്നേരം ഇതിന് ഏകദേശം ഒരു രൂപം വരും. ചാർജിന്റെ ചാർജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എല്ലാത്തിനും റിഫ്ലക്ട് ചെയ്യും. ഇത് ഇദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. ഈ KSEBയുടെ കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ അവരിപ്പം വിചാരിച്ചിരിക്കുന്നത് ഈ ഫിക്സഡ് ചാർജ് ടോട്ടൽ കൺസംഷനിൽ എടുത്ത് ആൾക്കാരെ ചാർജ് ചെയ്യാന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഫിക്സഡ് ചാർജിന്റെ വിധി നമ്മൾക്ക് അനുകൂലമായിട്ട് ഒരു കൃത്യമായ വിധി വരുമ്പോൾ ഈ പറഞ്ഞ പിക്ചറേ മാറിപ്പോകും. അത് സംശയമില്ല കാര്യം, പിക്ചർ മാറി. ഫിക്സഡ് ചാർജിന് അവർക്ക് അവരുടെ കൺസ്യൂമർ മീറ്ററിൽ വരുന്ന കൺസംഷൻ വെച്ച് നെറ്റ് കൺസംഷൻ വെച്ച് മാത്രമേ ഫിക്സഡ് ചാർജ് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇവരുടെ അകത്ത് മീറ്റർ വെക്കാനുള്ള അവരുടെ ആവശ്യകതയെ മാറിപ്പോയി. പിന്നെ അത് വരത്തില്ല, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാള് കർണാടകയിലെ ഇത് ഒരു ബില്ല് ഷെയർ ചെയ്ത് ഞാൻ വായിച്ചു. അത് വളരെ കൃത്യമാണ്. അവിടെ നെറ്റ് കൺസംഷൻ ആണ് മുഴുവൻ അവർ ബില്ല് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ ഒരു ബില്ല് ഒരാൾ ഷെയർ ചെയ്യാൻ ഞാൻ എവിടെയോ ഗ്രൂപ്പിലല്ല സാറേ, നമ്മുടെ കോർ കമ്മിറ്റിയില്ല. എവിടെയാണ് എനിക്കറിയില്ല, എവിടെയാ ഞാൻ കണ്ടു. പക്ഷെ ആ ബില്ല് വളരെ വളരെ സെൽഫ് എക്സ്പ്രഷൻ ആണ്. അതിനകത്ത് കണക്കിലോടനുസരിച്ചാണ് അവര് ഫിക്സഡ് ചാർജ് വെച്ചിരിക്കുന്നത്. അവസാനം ഇതെല്ലാം നെറ്റ് കൺസംഷനിലാണ് അവർ ചെയ്തിരിക്കുന്നത് മുഴുവൻ. നെറ്റ് കൺസംഷനിലാണ്. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത് വളരെ കൃത്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മിസ്റ്റർ മാത്യു വർഗീസ് സംസാരിക്കോ? താങ്ക് യു സാർ. സാർ, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ലോ വോൾട്ടേജ് വരുമ്പോഴത്തേക്കും മറ്റേ ഇൻവെർട്ടർ കട്ടാവുന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ഹൈ വോൾട്ടേജ് ഇഷ്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു 150 145 നമ്മൾ കുറച്ചാൽ അത് ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ ബാധിക്കും. അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാമെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. താങ്ക് യു സാർ. സാറേ, ജോസ് സാറ് പറയോ? സോറി, ഞാൻ പറയുന്നത് കാരണം ഈ ലോ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം വിത്തിൻ ദ സപ്ലൈ കോഡിൽ പറഞ്ഞിരിക്കുന്ന വിത്തിൻ ദ ലിമിറ്റിലേക്ക് തന്നെയാണ്. ബേസിക്കലി ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു റിയാക്റ്റീവ് പവർ മാനേജ്മെന്റ് ആണ്. ഈ റിയാക്റ്റീവ് പവർ മാനേജ്മെന്റ് ചെയ്യാതെ ഒരിക്കൽ പോലും നമുക്ക് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ലോഡ് കൂടുന്നതും ലോഡിന്റെ അവസ്ഥയും ആ പർട്ടിക്കുലർ ട്രാൻസ്ഫോമർ സ്റ്റേഷനിലെ ലോഡിങ്ങിന്റെ പ്രത്യേകതകളും എല്ലാം ഇതിനെ എഫക്ട് ചെയ്യും. വോൾട്ടേജിനെ ഡിഫറന്റ് ലെവൽ ഓഫ് വോൾട്ടേജില് ഓരോ വോൾട്ടേജ് ലെവലിലും ആ പർട്ടിക്കുലർ വോൾട്ടേജ് വിത്തിൻ ദ ലിമിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റിയാക്റ്റീവ് പവർ മാനേജ്മെന്റ് കൃത്യമായിട്ട് നടക്കണം. ഇവിടുത്തെ പ്രശ്നം ഇത് തന്നെയാണ്. നിങ്ങളിപ്പം വോൾട്ടേജ് താഴോട്ട് വെക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് നിങ്ങൾ ഓർത്ത് കാണും, മലബാർ ഏരിയയിൽ വോൾട്ടേജ് ഇല്ലാത്തപ്പോൾ ആൾക്കാരെല്ലാം കൂടെ എന്താ ചെയ്തത്, വെറുതെ വേറൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് 110 ഡൗൺ ചെയ്ത് 110 ലോഡ് വെച്ചു. അപ്പൊ എന്താ പറ്റുന്ന അവസാനം അത് ഫർദർ അഗ്രവേറ്റ് ചെയ്തു. ആ വോൾട്ടേജ് പ്രശ്നം ഫർദർ ഇത് തന്നെയാണ് പറ്റുന്നത്. നമ്മൾ ഫർദർ നമ്മുടെ എക്യുപ്മെന്റ് വീണ്ടും ഡൗണിലേക്ക് വെക്കുക അല്ല അതിനകത്ത് സൊല്യൂഷൻ. ബേസിക്കലി ഈ വോൾട്ടേജ് പ്രോബ്ലം ഉണ്ടാകുന്നതിന് കാരണം റിയാക്റ്റീവ് പവർ മാനേജ്മെന്റ് പ്രശ്നമാണ്. ആവശ്യത്തിൽ റിയാക്റ്റീവ് പവർ ഇല്ലെങ്കിലാണ് വോൾട്ടേജ് പോകുന്നത്, വോൾട്ടേജ് താഴ്ന്ന്. ആവശ്യത്തിൽ കൂടുതൽ റിയാക്റ്റീവ് പവർ വരുമ്പോൾ വോൾട്ടേജ് കൂടും. അപ്പൊ അതിന്റെ ഫ്ലോയുടെ പ്രശ്നങ്ങളും ഈ പറയുന്ന റിയാക്റ്റീവ് പവർ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളുമാണിത്. അപ്പൊ അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്റ്റെപ്സ് എടുത്ത് സോൾവ് ചെയ്യണം. മറ്റുള്ള നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വോൾട്ടേജ് കുറവാണെങ്കിൽ 110 ബൾബ് ഇട്ടുകൊണ്ട് പണ്ട് നമ്മൾ മലബാറിലേക്ക് പോയാൽ 60 വോൾട്ടിന്റെ ബൾബ് വരെ ഉപയോഗിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു മലബാറിലൊക്കെ ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ എനിക്ക് അങ്ങനെ അറിയില്ല. ഇപ്പൊ അതുപോലുള്ള കാലഘട്ടങ്ങളിൽ അന്നേരം ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവർ മാനേജ്മെന്റ് ആണ് അതിന് പ്രശ്നം. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾ പരാതി ഉണ്ടാക്കുകയും അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒന്നെങ്കിൽ ലെങ്ത് ഓഫ് ലൈന്, ലെങ്ത് ഓഫ് LT ലൈന് 1 കിലോമീറ്റർ കൂടുതലുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകാം. പിന്നെ കൂടുതൽ ലോഡുകൾ അവിടെ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകാം. ആവശ്യത്തിന് റിയാക്റ്റീവ് പവർ ഇല്ലാതെ വരുന്നതും കൂടെ പ്രശ്നം ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട്, ഓട്ടോമേഷൻ ഒക്കെ ചെയ്യാം. നിങ്ങളുടെ ഇൻവെർട്ടർ തന്നെ ഉണ്ടെന്ന് നമുക്ക് ഈ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ബെൻസൺ സാറിനും ബെൻസൺ ആൻഡിലേക്കൊക്കെ ഇതിനെക്കുറിച്ച് സപ്ലിമെന്റ് ചെയ്യാം. കാരണം ഈ നമ്മുടെ എക്സിസ്റ്റിംഗ് സോളാർ ഇൻവെർട്ടർ തന്നെ പുരുഷനുള്ളതാവുന്നത്. എങ്ങനെയാണേലും ഇതാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായ വശം. അത് യൂട്ടിലിറ്റി ACRCയും കൂടെ അപ്രോപ്രിയേറ്റ് റെഗുലേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗ്രിഡ് കോഡ് 2005 ശേഷം ഇവിടെ പരിഷ്കരിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. 2005 എന്ന് പറഞ്ഞാൽ ഓബ്സലേറ്റ് ആയി. 2010 ശേഷം ഉണ്ടായ നാഷണൽ ഗ്രിഡ് കോഡ് 2023 അത് മുഴുവൻ 9 അമെന്റ്മെന്റ് കഴിഞ്ഞ് അതിന് റീപ്ലേസ് ചെയ്ത് 2023 പുതിയ ഗ്രിഡ് കോഡ് വന്നു. IGC 2023 വന്നു. പക്ഷെ ഇവിടെ ഇപ്പോഴും 2005 കറക്റ്റ് അന്ന് ചെയ്ത അമെന്റ്മെന്റ് കൊടുത്തു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യേണ്ട ആൾക്കാർ അഡ്രസ് ചെയ്താലേ ഉള്ളൂ. അങ്ങനെ അഡ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രതികരിക്കാതെ വേറെ ഒരു മാർഗവും. ഈ ട്രാൻസ്ഫോമർ സ്റ്റേഷനില് സാറിപ്പോ പറഞ്ഞ ട്രാൻസ്ഫോമർ സ്റ്റേഷനിലൊക്കെ റിയാക്റ്റീവ് മാനേജ്മെന്റ് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രൊവിഷൻ ഉണ്ടോ? അതും കൂടി ചേർത്തൊന്ന് മറുപടി പറയാം.
ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ മാത്യു സാറേ, ഞാനേ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട പവർ വോൾട്ടേജ് ലെവൽ എന്ന് പറഞ്ഞാൽ 240 ±10% അംഗീകൃതമായിട്ടുള്ള വോൾട്ടേജ് ലെവൽ. ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ഒരു പരിധിയിൽ കൂടുതൽ താഴേക്ക് ലോ വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഒന്നാമത്തെ, അത് മൊത്തം സിസ്റ്റത്തിന്റെ ഫങ്ഷണാലിറ്റിനെ ബാധിക്കും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കോഡ്സ് ആൻഡ് റെഗുലേഷൻ പ്രകാരം റിയാക്റ്റീവ് പവർ മാനേജ്മെന്റ് നമ്മുടെ ഇൻവെർട്ടറിലെ സെറ്റിങ്ങുകളിൽ മാൻഡേറ്ററി ആക്കിയിട്ടില്ല. ആ മാൻഡേറ്ററി ആക്കി കഴിഞ്ഞാൽ ഇതിനൊരു പരിധി വരെ, കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ പവർ ഇതെല്ലാം ഇത് ബില്ല് ചെയ്യുന്നത് ആക്റ്റീവ് പവർ വെച്ചിട്ടാണ്. അതേസമയം നമ്മുടെ മില്ലിംഗ് മെത്തേഡുകൾ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് റിയാക്റ്റീവ് പവർ പ്രോപ്പറായിട്ട് ഇൻജെക്ട് ചെയ്യുന്നവർക്കും കൂടെ ഇൻസെന്റീവ് കൊടുക്കാൻ പാകത്തിന് നമ്മുടെ ബില്ലിംഗ് മെത്തേഡുകൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് റിന്യൂവബിൾ എനർജി സോഴ്സുകൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ LVRT, ലോ വോൾട്ടേജ് റൈഡിങ് ത്രൂ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് ഇൻവെർട്ടറിൽ. അതും നമ്മുടെ നാട്ടിൽ മാൻഡേറ്ററി ആക്കിയിട്ടില്ല. അത് മാൻഡേറ്ററി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോ വോൾട്ടേജിലെ കണക്ടിവിറ്റി ഡിസ്കണക്ട് ആവാതെ ഇൻവെർട്ടറുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഈ പറയുന്ന ഇൻവെർട്ടറുകൾ അവൈലബിൾ ആണ്, പക്ഷെ അതെല്ലാം മാൻഡേറ്ററി ആക്കണം. ടെക്നിക്കലി അതെല്ലാം വെൽ ഡിഫൈൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ സ്പെസിഫിക്കേഷൻ സ്റ്റഡി നടത്തി എത്ര വേണം എന്നുള്ള ഡിഫൈൻ ചെയ്ത് ആ റേഞ്ച് കറക്റ്റ് പ്രോപ്പറായിട്ട് സ്റ്റാൻഡേർഡിൽ കൊണ്ടുവന്ന് അത് മാൻഡേറ്റ് ചെയ്താൽ മതി, എല്ലാ പ്രശ്നങ്ങളും മാറും. ഇനി ജെയിംസ് സാറ് ചോദിച്ച മാതിരി ഇവിടെ നമ്മുടെ സബ്സ്റ്റേഷനുകളിൽ എല്ലാ സബ്സ്റ്റേഷനിലും ആക്റ്റീവ് കപ്പാസിറ്റി സബ്സ്റ്റേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ട്രാൻസ്ഫോമർ സ്റ്റേഷൻ. അത് പോസിബിൾ ആണോ എന്നാ ചോദിക്കുന്നത്. അവിടെ ഇത് നമ്മളുടെ ഞാൻ പറയുന്ന സപ്ലിമെന്റ് ഈ കാര്യം APDRP സ്കീം, RAPDRP സ്കീം, DDUI സ്കീം, എല്ലാ സ്കീമിലും ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അതാത് ട്രാൻസ്ഫോമറുകളിൽ കപ്പാസിറ്റർ ബാങ്കുകൾ. ഒരു ഇതെല്ലാം ഒരു സ്കീമിൽ പോലും എനിക്കറിയാം അവസാനം ഇത് ഞാൻ പറയാൻ വന്നതാ, കപ്പാസിറ്റർ ബാങ്ക് മാൻഡേറ്ററി ആണ്. ഇവിടെ എല്ലാ ട്രാൻസ്ഫോമർ സ്റ്റേഷനുകളിലും മാൻഡേറ്ററി ആയിട്ട് അതും ആക്റ്റീവ് പവർ ഫാക്ടർ കറക്ഷനാണ്, സ്റ്റെപ്ലെസ് പവർ ഫാക്ടർ കറക്ഷൻ, അല്ലാതെ പവർ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച്, അല്ലാതെ ഓരോ കോൺട്രാക്ടർ വെച്ചിട്ടുള്ള പരിപാടിയല്ല. അത് എപ്പോഴും 0.99 ആയിട്ട് കീപ്പ് ചെയ്യണം, നിർബന്ധമാണ്, അല്ലെങ്കിൽ പീനലൈസ് ചെയ്യും. നമ്മുടെ ഈ സ്കീമിലെല്ലാം ഉണ്ടായിരുന്നു, ഈ സ്കീമിൽ ഒന്നും നടപ്പാക്കിയില്ല. ഇതെല്ലാം അവസാനം ഇതെല്ലാം കട്ട് ഷോട്ട് ചെയ്തുള്ളത്. അവര് കട്ട് ഷോട്ട് എന്ന് KSEB തന്നെ പറഞ്ഞതിന്റെ ആവശ്യമില്ലെന്ന്, അങ്ങനെ അത് കട്ട് ഷോട്ട് ചെയ്തു. KSEBിയിലെ മീറ്റിംഗ് അവസാനം ഈ ഫൈനൽ മീറ്റിംഗ് വന്നപ്പോ ഇത് ഒന്നും ചെയ്യാതിരുന്നിട്ട് അവസാനം അത് ആ പ്രൊജക്റ്റിൽ ആ ഒരു പാർട്ട് നമ്മൾ അങ്ങോട്ട് ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. ആ ഒരു പാർട്ട് ചെയ്തില്ല, ഇതുവരെ എങ്ങനെയും ചെയ്തില്ല. നമ്മളിൽ എത്ര പേർക്കറിയാം നമ്മുടെ സോളാർ പ്ലാന്റുകൾ വെക്കുന്ന സോളാർ പ്ലാന്റ് ഒരു പരിധി വരെ നല്ല പവർ ഫാക്ടർ കറക്ഷൻ ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അത് പവർ ഫീഡ് ചെയ്യുന്ന മീറ്ററിൽ സോളാർ ഇഞ്ചക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ പവർ ഫാക്ടർ നോക്കിയാൽ മനസ്സിലാവും അത്. ഓക്കെ ഓക്കെ. അപ്പൊ വേറെ എന്തോ ഒരു ചോദ്യം ചോദിക്കാൻ വന്നായിരുന്നു. അപ്പൊ സാറേ ഈ ശരിക്കും ഈ കപ്പാസിറ്റർ മാൻഡേറ്ററി ആണ്. ഞാൻ പറയാൻ വന്ന ഇതായിരുന്നു, അങ്ങനെ റിയാക്റ്റീവ് പവർ കൺട്രോൾ ആയി കഴിഞ്ഞാൽ സാറേ ഈ സോളാർ അധികം വരുന്നത് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോമറിൽ കൂടെ അപ്പുറത്ത് പോകത്തില്ലേ, എലോൺഗീവ് പോകത്തില്ലേ? പോവല്ലോ സാറേ, ബാലൻസ്ഡ് ആയിരിക്കും. ബാലൻസ്ഡ് ആയിട്ടുള്ള പവർ ഇഞ്ചക്ഷൻ വന്നാലേ അങ്ങനെ പോകുള്ളൂ, അല്ലെങ്കിൽ ഈ ഡെൽറ്റ സ്റ്റാർ ആയതുകൊണ്ട് സർക്കുലേഷൻ കറണ്ടേ വരുള്ളൂ. ഓക്കെ ഓക്കെ. അത് ബാലൻസിങ്ങിന്റെ ഉത്തരവാദിത്തം അവർക്കാണ്. അവിടെ നമ്മൾ സബ്സ്റ്റേഷൻ ഇരിക്കുന്ന YY0 അല്ലെങ്കിൽ YY അതാ ടൈപ്പ്, അതെല്ലാം ടു ഡയറക്ഷനാ. അതിനകത്ത് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്ത ട്രാൻസ്ഫോമർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ശരിക്കും ജനറേറ്റർ ട്രാൻസ്ഫോമറിന്റെ ഡിസൈനേ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ ഇതുവരെ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മൾ ജനറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഒരു ജനറേറ്റർ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്ക് ഡയറക്ഷൻ ഉള്ള നമ്മുടെ സ്റ്റേഷൻ ട്രാൻസ്ഫോമറുകളെല്ലാം തന്നെ YY0 YY ആണ് മിക്കവാറും എല്ലാം. അപ്പൊ ആ രീതിയിലുള്ള ട്രാൻസ്ഫോമറുകൾ ഡിസൈൻ ഉണ്ടാക്കി പർട്ടിക്കുലർ പോയിന്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ അറിയാം, ശരിക്കും പറഞ്ഞാൽ ഈ സോളാർ ഇഞ്ചക്ഷൻ കൂടുതലുള്ള ഏരിയയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഉപയോഗിക്കണം എന്നാണ്.
ഓക്കെ, ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ബെൻസൺ സാറും? വേറെ ഒന്നും പറയാനില്ലല്ലോ അതിനകത്ത്. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ KDSPC പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. കാക്കനാട്ട് വർഗീസ് സംസാരിക്കുമോ? സംസാരിക്കും, മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കും. സാറേ, ഇത് അജോയ്യ. പറഞ്ഞോളൂ. സാർ, എനിക്ക് റേസ് ചെയ്യേണ്ട ഒരു പോയിന്റ്, നമ്മൾ ഇത്രയും നാൾ അജയ് ക്യാമറ ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ ക്യാമറ ഓൺ ആക്കുക. അജയ്ക്ക് കണ്ടത് പോലുമില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഇതൊക്കെ അല്ലേ ഒരു ചാൻസ്. അതായത് ഞാൻ റേസ് ചെയ്യുന്ന ഒരു പോയിന്റ്, നമ്മൾ ഇത്രയും നാളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നതും 21 മുതൽ അല്ലെങ്കിൽ 17 മുതൽ 22 എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സോളാർ പാനലിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഇപ്പൊ നോക്കേണ്ടത്. ഇനി മാർക്കറ്റിൽ ഈ വർഷം മുതൽ ഇറങ്ങാൻ പോകുന്നത് ഈ 24% മുതൽ അങ്ങ് 30% അതിന് മേൽ പോകുന്ന പുതിയ ടൈപ്പ് സോളാർ പാനലുകൾ ഇറങ്ങാൻ പോവാണ്. ഈ പാനലുകളും അതിനോടൊപ്പം അനുബന്ധിച്ച് പുതിയ ലിഥിയം ബാറ്ററീസ്, അതിപ്പം ഇവിടെ ഇന്ത്യയിൽ ഇപ്പം മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വളരെയധികം ഗണ്യമായി കുറയും. കാരണം ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ പാനലിന്റെ ഒക്കെ വില ഇപ്പം 14,000 രൂപയൊക്കെ ആയിരിക്കും. ഈ 600 വാട്ട്സിന്റെ ടോപ്പ് കോൺ പാനൽസ് ഒക്കെ, അതൊക്കെ വെറും ചവർ പോലെ വില കുറയും. ഒന്നത്. മറ്റൊന്ന്, 10 പാനൽ ഉപയോഗിക്കേണ്ടിടത്ത് വെറും 4-5 പാനൽ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം. കാരണം ഇത് 2 മീറ്റർ ബൈ 1 മീറ്റർ പാനൽ ഇപ്പോൾ കറന്റ് 600 വാട്ട്സ് ആണെങ്കിൽ 24 എഫിഷ്യൻസി റേറ്റ് വരുമ്പോൾ ഏകദേശം 1300 അല്ലെങ്കിൽ അതിന്റെ ഹയർ എഫിഷ്യൻസിലോട്ട് പോകുമ്പോൾ 28% ആണെങ്കിൽ 4000 വാട്ട്സ് ഒക്കെ വരും. അതായത് 2 മീറ്റർ ബൈ 1 മീറ്ററിന്റെ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 1-2 പാനൽ അല്ലെങ്കിൽ 4 പാനലായിരിക്കും 5 കിലോ വാട്ടിന് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ വില കുറയുന്ന ലിഥിയം ബാറ്ററി വെക്കുമ്പോൾ ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ കോസ്റ്റില് നമ്മുടെ ആർക്ക് വേണമെങ്കിലും സോളാർ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് കുറയും. അങ്ങനെയാണെങ്കിൽ ഈ 14 മില്യൺ പിന്നെ ഉപഭോക്താക്കളുള്ള ഈ KCB എങ്ങനെ ഇവരെ തടയാൻ പറ്റും? നമ്മൾ ആ രീതിയിൽ, കാരണം KDSP എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിച്ച് KCBയുടെ ആർഗ്യുമെന്റ്സിനെ പിന്നെ തകടം മറിക്കാൻ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു ചിന്താഗതി അവർക്കില്ലെങ്കിൽ നമ്മൾ ആ ചിന്താഗതി അവർക്ക് ഉണ്ടാക്കിക്കൊടുക്കും. അപ്പൊ ആ ഒരു ഒന്നത്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാല് ഈ 2003 ഇലക്ട്രിസിറ്റി ആക്ടിൽ എനിക്ക് മനസ്സിലായ പ്രകാരം ഏതൊരു പൗരന്റെയും അവകാശമാണ് കറണ്ട് ജനറേറ്റ് ചെയ്യുകയും കറണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അതൊരു സിറ്റിസൺ എന്ന നിലയിൽ എന്റെ അവകാശമാണ്. അപ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ നെറ്റ് മീറ്ററിങ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അത് KCB ആണ് മാനേജ് ചെയ്യണമെങ്കിൽ ഇത് നാഷണൽ ഗ്രിഡാണ്. ദിസ് ഇസ് നോ മോർ എന്താ പറയുന്നത് KCBയുടെ ഗ്രിഡ് എന്ന് നമ്മൾ കാണല്ലേ. ദിസ് ഇസ് എ നാഷണൽ ഗ്രിഡ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്റെ നെയ്ബറിന് പുള്ളിക്കാരൻ എനിക്കത് വിൽക്കാം. ഞാൻ ഉണ്ടാക്കിയ കറണ്ട് രാവിലെ ആയിരിക്കും, പക്ഷെ വൈകുന്നേരമാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഗ്രിഡിൽ കറണ്ട് ഉണ്ടായിരിക്കണം. കറണ്ട് ഇല്ലെങ്കിൽ അത് KCBയുടെ ഉത്തരവാദിത്വമാണ്. ദേ ആർ ലയബിൾ. ഒന്നത്. മറ്റൊന്ന്, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. 1 ഗ്രിഡ് 1 സൺ 1 ഗ്രിഡ് പ്രോഗ്രാം, അത് കേട്ടിട്ടുണ്ടോ? ഇന്ന് പിന്നെ അതായത് ഇതിന്റെ ഫസ്റ്റ് ലെഗ് ഇവർ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഈ നമ്മുടെ ചെന്നൈ ഒറീസ അവിടെ നിന്ന് 2 ഗ്രിഡ് അവര് കടലിൽ കൂടെ സബ്മറൈൻ കേബിൾ വഴി ഇവര് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുമായിട്ട് ലിങ്ക് ചെയ്യുവാണ്. അവിടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സിംഗപ്പൂറുമായിട്ട് ലിങ്ക് ചെയ്യുവാണ്. അവിടത്തേക്ക് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് വലിയൊരു റിഫൈനറി വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു 100 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി വേണം. അത് കഴിഞ്ഞ് ഇവര് അത് ചെയ്യുന്നത് 500 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള കേബിളാണ്
അവർ നോക്കുന്നത്. കാരണം 400 മെഗാവാട്ട്സ് സിംഗപ്പൂരിന് സപ്ലൈ ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഇതേപോലെ ഇതൊരു ഗ്രിഡ്, പിന്നെ ഫർദർ ആസ്ട്രേലിയയുമായിട്ട് അത് ലിങ്ക് ചെയ്യും. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അത് നേരെ മുംബൈയിൽ നിന്ന് അത് നേരെ പോയിട്ട് ഒമാന് ലിങ്ക് ചെയ്ത് മിഡിൽ ഈസ്റ്റ് വഴി അതങ്ങ് ഇസ്രയേൽ വഴി അത് നേരെ മെഡിറ്ററേനിയനുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരു ഏകദേശം ഒരു 21 മണിക്കൂർ ദ സൺ വിൽ ബി ദെയർ ത്രൂ ഔട്ട് ദി ഗ്രിഡ്. കാരണം ഇന്ത്യയുടെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചറാണ് ഇത് മുതലെടുക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത കണ്ട് ഇംഗ്ലണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് എനിക്ക് വിൽക്കാം. ഇറ്റ്സ് ലൈക്ക് എൻ ഓപ്പൺ മാർക്കറ്റ് ആണ്. അപ്പൊ ആ ഒരു സാധ്യതയൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ ലോകം പുരോഗമിക്കുമ്പോൾ KCBയുടെ ഈ രീതിയിലുള്ള ദൂരക്കാഴ്ചയില്ലായ്മ അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങളെ കാണാനുള്ള ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അബ്സർവ് ചെയ്യണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ജോസ് സാർ. എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ, ആഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ ഇത് KCBയുടെ ദൂരക്കാഴ്ചയില്ലായ്മയാണ്. അതാണ് ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനോവേഷൻ സ്റ്റാർട്ട് ജനറേറ്റിംഗ് സ്റ്റേഷൻ എനിവേർ ഇൻ ഇന്ത്യ ആൻഡ് സെൽഫ് യൂസ് ക്യാപ്റ്റീവ് ജനറേഷൻ ഈസ് ഫ്രീലി പെർമിറ്റഡ് ആണ്. ക്യാപ്റ്റീവ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് റൈറ്റ് ആണ്. ഓപ്പൺ ആക്സസ് ഇസ് എ റൈറ്റ് ഓഫ് എ കൺസ്യൂമർ. അത് ഇലക്ട്രിസിറ്റി ആക്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ സ്വന്തം ഉപയോഗിച്ച് സ്വന്തം ഇതിലേക്ക് കൊണ്ടുപോയി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ ബാങ്കിങ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതിനകത്ത് നമ്മളുടെ കൺസ്യൂമർക്ക് വേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസ്യൂമർക്ക് റിയൽ ടൈമിൽ സെല് ചെയ്യാം. അതാണ് പിയർ ടു പിയർ വന്നിരിക്കുന്നത്. പക്ഷെ പിയർ ടു പിയറിലേക്ക് വന്നപ്പോൾ KCB ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നുമില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി ഇതിനെ ഒതുക്കാനാണ് നോക്കുന്നത്. ബേസിക്കലി ഇപ്പം നമ്മളിപ്പോ അത് പറയുമ്പോൾ നമ്മളിപ്പം പിയർ ടു പിയർ ഇവിടെ വരുന്നില്ലെന്ന് മാത്രമല്ല, ആ പിയർ ടു പിയർ ഉണ്ടാവാതിരിക്കാനുള്ള രീതിയിൽ അവർ ടെക്നോളജീനെയും മീറ്ററിങ്ങിനെയും റിയൽ ടൈം ഡാറ്റാനെയും സപ്രസ് ചെയ്യാൻ നോക്കുന്നത്. അതാണ് ഒരു പ്രശ്നം. ഇതാണ് ബേസിക്കായിട്ട് പല സ്റ്റേറ്റുകളും ആ രീതിയിലേക്ക് വരുമ്പോഴും. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ബാങ്കിങ് ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി റിയൽ ടൈം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും 50 മിനിറ്റ്സ് ബ്ലോക്കിലാണ്. ആ സെയിം 50 മിനിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നതിന് ഇവിടെ ഒരു പ്രശ്നമില്ല. ആ 50 മിനിറ്റ്സ് ബ്ലോക്കിലെ കഴിഞ്ഞിട്ട് മറ്റൊരു ബ്ലോക്കിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് വേണം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ നിയമം. അപ്പൊ ആ റെഗുലേഷൻസ് ആണ് നമ്മൾ ഈ REN അഡ്മിറ്റിലേക്ക് വരുന്നത്. അതിനകത്ത് മുമ്പ് ഈ പറഞ്ഞ പോലെ ബിയോണ്ട് ദ ടൈമിൽ അവർക്ക് ബാങ്കിങ് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബാങ്കിങ് അവര് ഫൈനാൻഷ്യൽ ഈ പറയുന്ന ഇതിന് കുറച്ചുകൂടി വരികയാണ്. ഇപ്പൊ സോണിലേക്ക് ലിമിറ്റ് ചെയ്തു. നമ്മളിപ്പോ ഈ പറഞ്ഞ പ്രപ്പോസൽ സോണിലേക്ക് ലിമിറ്റ് ചെയ്തു. പക്ഷെ ഇതൊക്കെ ആ ലിമിറ്റേഷന് റിയൽ ടൈമിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ആക്ട് എന്ന ബേസിക് മദർ ഓഫ് ദി ലോയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് എവിടെ വേണമെങ്കിലും പറ്റും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പറ്റും. റിയൽ ടൈമിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്സ് ബ്ലോക്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും നിങ്ങളുടെ റൈറ്റ് ആണ്. അത് ശരി തന്നെയാണ്. പിന്നെ മറ്റേ പറഞ്ഞ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് പൊളിറ്റിക്കലി നമ്മളിപ്പം ശ്രീലങ്കയിലേക്ക് പോലെ കേട്ടിട്ട് ഇതൊക്കെ തുടങ്ങിയ ഈ പറയുന്ന കേബിൾ ഇടാൻ തുടങ്ങിയിട്ട് കൊല്ലം 20 ഞാൻ സർവീസ് വരുമ്പോൾ തൊട്ട് കേൾക്കുന്നതാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പ്രാക്ടിക്കൽ അപ്പൊ ഒത്തിരി പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത്. നമ്മുടെ ഒമാനിലേക്കുള്ളതുണ്ട്. പക്ഷെ അവിടെ ഇപ്പൊ സാർക്കിൽ എല്ലായിടത്തും വന്നിട്ടുണ്ട്. സാർക്കിൽ വന്നിട്ട് പോലും ബംഗ്ലാദേശുമായിട്ട് റീസെന്റ് ആയ പ്രശ്നങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അതാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ഗ്രിഡിലേക്ക് പോകുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഒരു ഇഷ്യൂ മാറി വരുമ്പോഴും അത് ചിലപ്പോഴും വയബിൾ ആവില്ല. ഒരു പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. അത് നമുക്ക് അങ്ങനെ അങ്ങോട്ടാണ് ഇത് പോകുന്നത്. അത് പറഞ്ഞ പ്രശ്നം അത് നേരത്തെ പറഞ്ഞ ഇതാണ് വൺ സൺ അല്ല വൺ നേഷൻ വൺ സൺ വൺ ഗ്രിഡ്. അതെ ഇതാണ് 3 കാര്യമുണ്ട് അതിനകത്ത്. വൺ ഗ്രിഡ്, വൺ താരിഫ്, വൺ സൺ, അങ്ങനെ ഒരു ഇതുണ്ട്. അത് വൺ താരിഫിലേക്ക് ഒരു ദിവസം പോയതാണ്. പക്ഷെ അത് അവസാനം അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മറ്റേ ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, എഗ്രിമെന്റ് ഇഷ്യൂസ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ഇവര് സിംഗപ്പൂരുമായിട്ട് ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. സിംഗപ്പൂരിന് അവർക്ക് ഫർദർ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് കറണ്ട് വേണം. പക്ഷെ അവർക്ക് എന്താ പറയുക, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അവരുടെ ഐലൻഡ് എല്ലാം അവർ ലാൻഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതാണ്, അൺസ്റ്റേബിളാണ്. അപ്പൊ അവർക്ക് ഇനിയും ഒരു ഗ്യാസ് ടർബൈൻ ബേസ്ഡ് പറ്റത്തില്ല. അങ്ങനെയാണ് അവര് ഓസ്ട്രേലിയ ആദ്യം അപ്രോച്ച് ചെയ്തത്. അങ്ങനെ അവിടെ ആ സമയത്ത് അവരെങ്ങാണ്ട് 2
ആന്റർപ്രണേഴ്സ്, ബില്യണേഴ്സ് ഇതിനെ അവർ സപ്പോർട്ട് ചെയ്തു. 35 ഗിഗാവാട്ട് സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉള്ള സോളാർ ഗ്രിഡ് ആണ് അവര് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ എന്തോ കാര്യത്തിൽ ഇവർ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമായി. അത് കാരണം അവര് QG വഴി കൊണ്ടുവരണം, ഏകദേശം ഒരു 3000 കിലോമീറ്റർ എങ്ങാണ്ട് അവരുടെ. അപ്പോഴാണ് ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾക്ക് നിക്കോബാർ ആൻഡമാൻസില് ഒരു വലിയൊരു പിന്നെ എന്താ പറയുന്നത്, ഈ നമ്മുടെ വീഞ്ഞം പോർട്ട് പോലെ വലിയൊരു ഹബ്ബ് വരുന്നുണ്ട്, ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ്. അന്ന് കഴിഞ്ഞാൽ വീഞ്ഞം പോർട്ടിനെക്കാട്ടും വലിയൊരു ഹബ്ബാണ്. ആ ഹബ്ബ് വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ രാജ്യങ്ങളെയും കപ്പൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. അവിടെ നിന്ന് നേരെ ഏത് ലോകത്ത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഒന്നത്. മറ്റൊന്ന് വലിയൊരു റിഫൈനറി വരുന്നുണ്ട്. കാരണം അവിടെ ഇപ്പോൾ ഒരു എണ്ണ പിന്നെ കുഴിക്കുന്നുണ്ട് എണ്ണയ്ക്ക് വേണ്ടി. ഏകദേശം 3800 മീറ്റേഴ്സ് ഓൾറെഡി കുഴിച്ചു കഴിഞ്ഞു. 4300 മീറ്റേഴ്സ് ആണ് ഈ ചെല്ലുന്നത്. അത് വലിയൊരു എണ്ണ പാടമാണ് അവർ കണ്ടത്. അത് റിഫൈൻ ചെയ്യാനൊക്കെ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പൊ അതിനെല്ലാത്തും കൂടെ ഇവർ പറയുന്നത് 100 മെഗാവാട്ട് വേണം. അപ്പൊ ഈ നിക്കോബാർ ഐലൻഡ്സിൽ ഇതിനുള്ള സംവിധാനമൊന്നുമില്ല. അതിനാണ് ഒറീസയിലും ചെന്നൈ വഴി ഇവര് പിന്നെ ഒരു കേബിള് ഓൾറെഡി അവർക്ക് ഫൈബർ ഒപ്റ്റിക് കേബിൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതേ സെയിം റൂട്ട് വഴി ഒരു ഇത് ഇലക്ട്രിസിറ്റിയുടെ ഒരു സബ്മറൈൻ കേബിൾ ഇടുന്നുണ്ട്. അപ്പൊ 100 മെഗാവാട്ടിന് വരെ അവർ 500 മെഗാവാട്ടിന്റെ കപ്പാസിറ്റി ഇടുന്നത്. അത് ഫർദർ 700 കിലോമീറ്ററും കൂടി പോയി സിംഗപ്പൂറുമായിട്ട് ബന്ധിപ്പിക്കുക. അതാണ് ഇപ്പോൾ റീസെന്റ് ഒരു കരാർ ഓൾറെഡി അവർ സൈൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോൾ സിംഗപ്പൂരിന് കിട്ടുന്നുണ്ട് 400 മെഗാവാട്ട്സ്. അത് ഫർദർ അത് ഇൻക്രീസ് ചെയ്യുമ്പം അടുത്തുള്ള രാജ്യങ്ങളാണ് പിന്നെ ഇന്തോനേഷ്യ, അങ്ങനെയൊക്കെ അവരെല്ലാം ഇതിൻ്റെ അകത്ത് ലിങ്ക് ചെയ്യും. അപ്പൊ അതാണ് അതിന്റെ തുടക്കം. അങ്ങനെ ആകുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് യു ക്യാൻ ഓൾസോ സെൽ എനിവൺ ഇൻ സിംഗപ്പൂർ. അതിനാണ് ഞാൻ പറയേണ്ടത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആക്ടിന്റെ അമെന്റ്മെന്റ് പറഞ്ഞത് 2000 ഈ പറയുന്ന 6 അമെന്റ്മെന്റ് ഒത്തിരി കാര്യങ്ങൾ അതിൽ പ്രപ്പോസ് ചെയ്തതാണ്. പക്ഷെ സ്റ്റേറ്റുകളിൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പൊളിറ്റിക്കൽ നിയന്ത്രണങ്ങൾ പോകാൻ ഇന്ത്യ സമ്മതിക്കത്തില്ല. അപ്പൊ അതിനിപ്പോ സൊല്യൂഷൻ ഇപ്പൊ നന്നായി ഇപ്പൊ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു പോയിന്റ് കൂടെ ഞാൻ പോയിന്റ് ചെയ്യാം. ഇതിന്റെ വേറൊരു വശമുണ്ട്. കറന്റ് ഇപ്പൊ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രിഡ് സ്റ്റെബിലിറ്റി, അൺസ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു പാസേജ് മറ്റ് രാജ്യങ്ങളോട് പോകുന്ന ഒരു പാസേജ് ഉണ്ടെങ്കിൽ എത്ര കറണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രിഡിലേക്ക് തള്ളാം. there will be no problem with the stability issue will not be there. കാരണം ഇവിടെ സൂര്യൻ ഇന്ത്യയിൽ ഉദിക്കുമ്പം ഓസ്ട്രേലിയയിൽ സൂര്യൻ ഓൾറെഡി അസ്തമിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടോട്ട് നമ്മൾ കറണ്ട് പുഷ് ചെയ്യുക, അല്ലെങ്കിൽ സിംഗപ്പൂർ. അപ്പൊ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല സോളാർ, പക്ഷെ അതേസമയം അവിടെ കറണ്ട് വലിക്കുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പം അങ്ങ് മെഡിറ്ററേനിയൻ വരെ ചെല്ലുമ്പോഴത്തേക്ക് 21 മണിക്കൂറാണ് ഈ ഗ്രിഡിലെ സോളാർ സൺ വരുന്നത് അങ്ങ് അറ്റം വരെ. അപ്പൊ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഇതാണ്. ഓൾറെഡി ഇന്ത്യ ഇപ്പൊ അതിന് ഓൾറെഡി തുറക്കിട്ട് കഴിഞ്ഞു. ഓക്കെ, സാറിന് മൈക്ക് മ്യൂട്ടോ സാറേ. മൈക്ക് പോയിട്ടല്ലല്ലോ. ഇപ്പൊ കേൾക്കാം. സാറ് നേരത്തെ പറഞ്ഞ് കേട്ടില്ല. ഞാൻ പറഞ്ഞ ഇത് പറഞ്ഞ ശരി തന്നെയാണ്. ഇത് ഗ്രിഡ് വലുതാകും തോറും സ്റ്റെബിലിറ്റി കൂടുതലുണ്ടാകും. ഗ്രിഡ് വലുതാകും തോറും നമ്മളെ പവർ നമ്പർ എന്ന് പറയുന്ന കൂടുതൽ ഇഞ്ചക്ഷൻ പറഞ്ഞാൽ അത് ഡീവിയേഷൻ ഉണ്ടാവത്തില്ല, എല്ലാം ഉണ്ടാവും. പക്ഷെ ഞാനത് വേറൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞു. ഇപ്പൊ ഇന്ത്യയിൽ സംഭവിക്കുന്ന എന്താണുള്ള കാര്യം പറയുന്നത്. ഇന്ത്യയിൽ പൊളിറ്റിക്കലി കേരളം സമ്മതിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ നടക്കുന്നില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റുള്ള സ്റ്റേറ്റുകൾ അവരുടെ ഇതൊരു കൺകറന്റ് ലിസ്റ്റ് ആണ് ഇലക്ട്രിസിറ്റി. ഇപ്പൊ നമ്മളറിയാലോ 1950 ഉണ്ടായപ്പോൾ ഈ വൈദ്യുതി നിയമം എന്ന് പറയുന്നത് അന്നത്തെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം അങ്ങനെയായിരുന്നു. അപ്പൊ അതൊരു കൺകറന്റ് ലിസ്റ്റാണ്, സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഇപ്പൊ ഇന്റർനാഷണൽ ഒക്കെ ഉണ്ടാവും, പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ് സമ്മതിക്കാതെ ഈ പറയുന്ന ഡേറ്റുകളൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് ഇലക്ട്രിസിറ്റി ആക്ട് അമെന്റ്മെന്റിനെ പൊളിച്ചത് സ്റ്റേറ്റുകളാണ്. കേരളം പോലുള്ള സ്റ്റേറ്റുകളാണ് ഇലക്ട്രിസിറ്റി ആക്ട് അമെന്റ്മെന്റിനെ പൊളിച്ചത്. അപ്പൊ അതിലേക്ക് ഈ പറയുന്ന ആറിയുടെ ഈ പറഞ്ഞ അമെന്റ്മെന്റും ആറിനെ മാൻഡേറ്ററി ആക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ആ പോർഷൻ എല്ലാം വേണ്ടെന്ന് വെച്ച് ആരെന്ന് വെച്ചാൽ ഈ അമെന്റ്മെന്റ് സമ്മതിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ പല കർണാടക പോലുള്ള സ്റ്റേറ്റുകള്, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകള്, ഗുജറാത്ത് പോലുള്ള സ്റ്റേറ്റുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അവരുടേതായ രീതിയിൽ സ്റ്റേറ്റ് ആക്ട് ഉണ്ടാക്കിയിരിക്കുക. അവരുടെ നിയമസഭകള്, അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അവരുടേതായ രീതിയിൽ ആക്ട് ഉണ്ടാക്കുകയും ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ആക്ടിന് അടുത്ത ലെവലിലേക്ക് അവിടെ ആക്ടുകൾ പോവുകയും ചെയ്യും. ഇലക്ട്രിസിറ്റി ആക്ടിനോട് കോൺഫ്ലിക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി ആക്ടിനോട് കോൺഫ്ലിക്ട് ചെയ്യാതെ ഒരാത് സ്റ്റേറ്റിന് ആക്ടുകൾ ഉണ്ടാക്കാം, ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഉണ്ടാക്കാം. അങ്ങനെ പല സ്റ്റേറ്റുകളും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പം നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ KSEB കേരളം ഇതുപോലുള്ള കാര്യങ്ങളിൽ പുറകോട്ട് പോവുകയും
മറ്റുള്ള സ്റ്റേറ്റുകൾ വളരെ മുമ്പോട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പം ലോകം മുഴുവൻ മാറിയാലും കേരളം മാറ്റാൻ സമ്മതിക്കത്തില്ലെന്നും ഞങ്ങളുടെ നിയന്ത്രണം പോകുമെന്നും വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകള് അതിന്റെ ബെനിഫിറ്റ് എടുത്തുകൊണ്ട് ഒരു എത്തിക്കണികളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പറ്റും? അവരെ വോട്ട് ചെയ്യാൻ അധികാരത്തിൽ വന്ന് അവര് ജനാധിപത്യം നിയന്ത്രിക്കുന്നവരല്ലേ, നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ ഇവിടെ താമസിക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു ജയ്. നമ്മൾ ഇനി പിന്നെ സമയം കുറവാണ്. പിന്നെ വളരെ ചുരുക്കത്തിൽ സംസാരിക്കുക. ജേക്കബ് സാറെ സംസാരിക്കോ? ഏറ്റവും ഷോർട്ടായിട്ട്. സാറേ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നത്, രണ്ട് ബ്രീഫായിട്ട് പറയാം. ഒന്ന്, ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ 3 രൂപ 26 പൈസ വെച്ച് നമുക്ക് തരാം, സോളാറിന് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു വാചകം എൻ്റെ കീഴിൽ പറഞ്ഞത് ഫ്രീ എനർജി കിട്ടുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ക്ലബ് ഹൗസിൽ സംസാരിക്കുന്ന അവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞ്, അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അവരോട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കറണ്ടിനെ 3 രൂപ 26 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഒരു തുക കിട്ടുമല്ലോ, അത് വെച്ച് റൺ ചെയ്യാൻ പറ്റുമോ? KSEB റൺ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ് വാസ്തവം. അത് പോട്ടെ, അത് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ജോർജ് സാർ പറഞ്ഞല്ലോ, സ്റ്റാർ ഡെൽറ്റ വെച്ചുള്ള ട്രാൻസ്ഫോമറാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഇൻബാലൻസ് ആണ്, പ്രശ്നം ഉണ്ടാകും, അതിന് പകരം ഒരു വൈ എന്തോ ഒരു ട്രാൻസ്ഫോമറിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്നുള്ള എനിക്കറിയത്തില്ല, നമ്മൾക്ക് അത്രയുള്ള വിവരമില്ല. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്ഫോമറിൽ ഇനി നമ്മുടെ ഈ ലോക്കൽ ഏരിയകളിൽ നമ്മുടെ ഈ ലോ ടെൻഷനിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതിന് അൺലിമിറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയുമല്ലോ. അങ്ങനെ വെക്കുന്നതിനെ കുറിച്ച് ജോർജ് സാറിന്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ തന്നെ ചെയ്യാനായിട്ടാണ് ഇവര് നമ്മുടെ ഈ പറയുന്ന ഗൈഡ് ലൈൻസിലെല്ലാം പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ടാണ് സ്മാർട്ട് മീറ്റർ വെക്കണമെന്നും EMI വേണമെന്നും അങ്ങനെയുള്ള ലൊക്കേഷനുകളിൽ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ട്രാൻസ്ഫോമറിന്റെ ലോഡിന്റെ അതിന്റെ കപ്പാസിറ്റി ഒരു 10%, 20% അവിടെ കൺസ്യൂം ചെയ്ത് 80% അവിടുത്തെ അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ചില സ്ഥലത്ത് ചില സമയങ്ങളിലായിരിക്കും വിചാരിക്കാം. അങ്ങനെയുള്ള പോയിന്റുകൾ നമ്മൾ സാധാരണ ഈ പ്രൊസ്യൂമർ എന്ന് പറയുന്നത് അവിടെ തന്നെ കൺസ്യൂം ചെയ്ത് വരുന്നതുകൊണ്ട് അവിടെ ഫർദർ ആയിട്ടുള്ള നമ്മൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രൊസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു ക്യാപ്റ്റീവ് ജനറേഷനാണ്. സ്വന്തം ആവശ്യം മിച്ചമുള്ളത് അവിടെ കൊടുക്കുന്നു, പിന്നെ തിരിച്ചു മേടിക്കുന്നു. അപ്പൊ അത് ബാക്കിയുള്ള ആൾക്കാർ ഉപയോഗിച്ചു പോകുന്നു. അപ്പൊ LT ലെവലിൽ തന്നെ അതിന്റെ ഉപഭോഗം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആർക്കും ഒരു ഛേദവുമില്ല. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. അങ്ങനെയുള്ള ലൊക്കേഷനുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഗൈഡ് ലൈൻസിനകത്തും പറയുന്നത്, എല്ലാത്തിനകത്തും പറയുന്നത്. അതിന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. സിയുടെ ഇതിനകത്തൊക്കെ അതിന് പറ്റുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോമറുകളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ലോക്കലിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് സ്റ്റോറേജ് സിസ്റ്റംസ് വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള നേരത്തെ ഇപ്പം സാറ് മുമ്പ് സംസാരിച്ച സാർ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം ബാറ്ററി ഒരാൾ തന്നെ വെക്കാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ട് വെപ്പിച്ചാൽ മതിയല്ലോ. ഞാനത് പറയാം, KSEBക്ക് പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിക്ക് ടെൻഡർ കൊടുക്കുക. അവരോട് 2 രൂപ വോട്ട് വെച്ചിട്ട് പറയുന്നുണ്ട് സ്റ്റോറേജ് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പറഞ്ഞ 3 രൂപയ്ക്കൊക്കെ ഇപ്പൊ ടെൻഡർ പോകുന്നുണ്ടല്ലോ ഒരു യൂണിറ്റിന്. അപ്പൊ യൂണിറ്റിന് 3 രൂപയ്ക്ക് ടെൻഡർ കഴിഞ്ഞാൽ വൈകുന്നേരം 10 രൂപയ്ക്ക് മേടിക്കുന്നേക്കാൾ ഭേദമല്ലേ? അപ്പൊ അതിനകത്ത് എന്താ നഷ്ടക്കുറവ് ഇരിക്കുന്നത്? ഇതൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് യൂട്ടിലിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് രണ്ടാമത്തെ കാര്യം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ബാറ്ററി വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതെങ്കിലും ചെയ്യാൻ ഇവർക്ക്. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ അതിന്റെ വിലയെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ചീപ്പായിട്ട് ബാറ്ററി ആണെങ്കിൽ അവർക്ക് വെക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമ്മൾ പൈസ കൊടുത്ത് ബാറ്ററി മേടിച്ചിട്ട് കണക്ഷൻ തരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? ഇപ്പൊ ഈ പറയുന്ന നമ്മളുടെ ബെൻസിന് മത്തിയ പോലെ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ ആരടുത്ത് പോകുന്നത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പോവോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ഒരാൾ സുഹൃത്ത് വെച്ചിട്ട് അതായത് കണക്ഷൻ കിട്ടാതെ ഇങ്ങനെ വട്ടം നീളം നടക്കഴിഞ്ഞാൽ ആരാ മേടിക്കുന്നതിന്? അപ്പൊ നമ്മളൊരു കാര്യം, കേരളത്തിന്റെ കാര്യം അതാണ് പ്രശ്നം. നിങ്ങൾ 2003 ശേഷം കേരളമല്ലാതെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വരുന്നത്? ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് അപ്പുറത്ത് കൂടംകുളം ഉണ്ടായി. നമ്മുടെ നോർത്തിലാണെങ്കിൽ കാസർഗോഡ് ഇലക്ട്രിസിറ്റി ഇല്ലാതെ കരയുക. അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ നമ്മുടെ ഉടുപ്പിയുടെ 10,000 മെഗാവാട്ടിന് സ്റ്റേഷൻ ഉണ്ടായി. എന്താ നമ്മുടെ ഇപ്പുറത്തുണ്ടാകാത്ത, ഈ ബോർഡറിന്റെ ഇപ്പുറത്തുണ്ടാകാത്ത? അതുപോലെ തന്നെ ഏതെല്ലാം സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ ബോർഡറിന്റെ അപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പുറത്തുണ്ട്. നമ്മൾ 2003 ശേഷം നമ്മുടെ ഇവിടെ ജനറേഷൻ ഉണ്ടായിട്ടേ ഇല്ല. എന്തുവാ കാരണം? ഈ നമ്മുടെ ആറ്റിറ്റ്യൂഡാ. ഈ ആറ്റിറ്റ്യൂഡ് കൂടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അല്ല. നമ്മളിപ്പോ സ്വന്തമായിട്ട് ഇപ്പൊ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അതിന്റെ വിറ്റ് കാശ് മേടിച്ച് ഞങ്ങൾക്ക് കഴിയണമെന്നും
അതിന്റെ കുറച്ച് ലാഭം എടുത്തോ ഊറ്റിയെടുത്തോ ഇത്തിക്കണികളായിട്ട് കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഇതിന് സമ്മതിക്കത്തില്ല. അതാണ് കാരണം. ഓക്കെ താങ്ക് യു സാറേ. അടുത്ത മിസ്റ്റർ ഷിബു, ഏറ്റവും ഷോർട്ടായിട്ട് സംസാരിക്കോ? ഷിബു ജേക്കബ്, ഏറ്റവും ഷോർട്ടായിട്ട്, സമയം ഒരുപാട് ക്യാമറയും കൂടെ ഓണാക്കുക. കേൾക്കുന്നുണ്ടോ? ഹലോ മിസ്റ്റർ ഷിബു ജേക്കബ്, മൈക്ക് ഓണാക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക. അതുകൂടാതെ നമ്മൾ ഈ പുതിയ അംഗങ്ങള്, പുതിയതായിട്ട് ഒരു 2 മാസത്തിന്റെ അകത്ത് ജോയിൻ ചെയ്ത അംഗങ്ങള് ഒരു മാത്യു പെരിങ്ങാട്ടുണ്ടെങ്കിൽ ആണ് ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള 1-2 പേര് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാമോ? പറ്റുമോ? നമുക്ക് അതോടുകൂടി മീറ്റിംഗ് നിർത്താം. ഷിബു ജേക്കബ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അടുത്ത ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരാളുണ്ട്. ഞാൻ സജീവാണ്, ചാലക്കുടി സ്വദേശം, തൃശ്ശൂരാണ്. ഞാനൊരു പുതിയ മെമ്പറാണ്. ഞാനൊരു 15 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി കൺസംഷൻ ഞാൻ അബ്രോഡായ കാരണം കൊണ്ട് കൺസംഷൻ ഇപ്പം ഇല്ല. നാട്ടിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് കൺസംഷൻ ഉള്ളത്. ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് എന്താകുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ കറൻ്റ്ലി ഒരു 70 യൂണിറ്റ്സോളം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1000 കഴിഞ്ഞ മാസം 1000 പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ ബാങ്കിങ്ങിൽ വരുമോ എങ്ങനെയാണ് വരാമെന്നൊന്നും തീരുമാനമാവാത്തത് കൊണ്ടുള്ളൊരു ശങ്ക മാത്രമേ ഉള്ളൂ. താങ്ക് യു. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഏറ്റവും പുതിയ ആൾക്കാർ ഇതേമാതിരി ഹൈബ്രിഡ് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കാം, നിങ്ങളിപ്പം എക്സ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്താൽ പറ്റില്ലേ? ഇത് പീക്കിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിക്കാം. നിങ്ങളിപ്പോൾ ഏകദേശം 1000 യൂണിറ്റോളം അല്ല 70 യൂണിറ്റോളം ഡെയിലി ഉണ്ടാക്കുന്ന ഒരാള് അത് എക്സ്പോർട്ട് ചെയ്യുന്ന റിയൽ ടൈമിൽ എക്സ്പോർട്ട് ചെയ്യാണോ? നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, അവിടെ താമസിക്കാതിരിക്കുന്ന സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി പീക്കിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, അതായത് ബാറ്ററി ബാക്കപ്പ് 5 കിലോവാട്ടാണ്. അത് വൈകിട്ട് ഗ്രിഡ് ഓഫ് ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ചെയ്യണം. നമ്മൾ പ്യൂർലി കൺസ്യൂം ചെയ്യണം. പ്യൂർലി ഇപ്പൊ ഇബിയുടെ പവർ നമ്മൾ എടുക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ വീട്ടിലില്ലാത്തതുകൊണ്ട് കൺസംഷൻ, വീട്ടിൽ കൺസംഷൻ ഉണ്ട്? അപ്പം പീക്കിൽ കൺസംഷൻ ഉണ്ട്? ഉണ്ട്. വീക്കിൽ കൺസംഷൻ ഉണ്ട്. ഫുൾ ടൈം കൺസംഷൻ നമുക്ക് ഒരു 10 to 15 യൂണിറ്റ്സ് ഉണ്ട്. അറിയാൻ ചോദിച്ചത്. ഓക്കെ. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? പുതിയ അംഗങ്ങളായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മിസ്റ്റർ റമീസ് കോയ സംസാരിക്കൂ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കേട്ടോ. റെക്കോർഡാക്കിയിട്ട് സംസാരിച്ചോളൂ. മിസ്റ്റർ റമീസ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, എനിക്കൊരു ടെക്നിക്കൽ ഒരു സംശയം ചോദിക്കാനായിരുന്നു. നമ്മുടെ ഒരു നാട്ടുകാരന്റെ ഒരു 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം ആണ്. അവിടെ ഇഷ്യൂ എന്താന്ന് വെച്ചാല് ആൾക്ക് അവിടെ ജനറേഷൻ നടക്കുമ്പോൾ വോൾട്ടേജ് ഒരു 230-240 ഉള്ള ഒരു വോൾട്ടേജ് 250 എബവ് ആയിട്ട് വോൾട്ടേജ് കൂടി വരുന്നു. അപ്പൊ അതിനൊരു കാരണം എന്താണെന്ന് അറിയാമോ? ഓൾറെഡി അതിന് ഇടയ്ക്കൊരു സർവീസ് ഒക്കെ വന്നിട്ട് അവിടെ ഒരു ഗ്രിഡ് ഇഷ്യൂ ഒക്കെ വന്നിട്ട് അവർ ഇൻവെർട്ടർ എല്ലാം റീപ്ലേസ് ചെയ്ത് പുതിയ വാറന്റിയിൽ പുതിയ ഇൻവെർട്ടർ എല്ലാം ചെയ്തതായിരുന്നു. എന്നിട്ടും ആ പുതിയ ഇൻവെർട്ടറിനും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ ഈ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഭയങ്കര ഹൈ ആവുന്നു. അതായത് പ്രൊഡക്ഷൻ കുറവുള്ള ടൈമിൽ വലിയ പ്രോബ്ലം അല്ല, ഒരു 5-6 നിൽക്കുന്നത് പീക്ക് ടൈം ആവുമ്പോഴേക്കും ഒരു 12 to 20 റേഞ്ചിലേക്കൊക്കെ മാറുന്നു. അപ്പൊ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, അത് അവർക്ക് പ്രോപ്പറായിട്ട് ഇതുവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് വേരിയേഷൻ കാരണം അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. രമേശ്, ഈ ചോദ്യം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്താൽ പോരെ? നമുക്ക് സമയം തീരാറായി. ഓക്കെ. എനിക്കൊരു മെസ്സേജ് ഇടുമോ? ഇത് പറഞ്ഞോണ്ടൊരു മെസ്സേജ് ഇടാമോ? അതാണ് നല്ലത്. കാരണം അതിനകത്ത് പല കാര്യങ്ങളും പറയാനുണ്ട്. അതുകൊണ്ടാ കേട്ടോ. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. അപ്പൊ നമുക്ക് മീറ്റിംഗ് കൺക്ലൂഷനിലേക്ക് പോകാം. കാരണം 8 മണിക്ക് നമ്മൾ തുടങ്ങിയ മീറ്റിംഗ് ആണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ നല്ലപോലെ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണത്. അപ്പൊ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഇവിടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനമായി മീറ്റിംഗിന്റെ അവസാന ഭാഗമായിട്ട് ഇതിൽ അറ്റൻഡ് ചെയ്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുവാനായിട്ട് കോർ കമ്മിറ്റി അംഗമായ KDSPC കോർ കമ്മിറ്റി അംഗമായ DC മാഡത്തിന് ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഇതാരുടെയെങ്കിലും പറച്ചിലിനോട് സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികമാണ്.
എങ്ങനെ എടുക്കുക. ഇപ്പൊ ഇതിൽ കറന്റ്ലി 56 ആൾക്കാരെ കാണുന്നുള്ളൂ. 99 വരെ വന്നതായിരുന്നു. പലരും പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ചോദ്യം ചോദിച്ച എല്ലാവർക്കും നന്ദി. ഇപ്രാവശ്യത്തെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാൻ തന്നെ വണ്ടറടിച്ചിരിക്കുകയാണ്, ഇത് എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതിന് പ്രോപ്പറായിട്ട് ആൻസർ കൊടുത്ത നമ്മുടെ കോർ കമ്മിറ്റി ചീഫ് ജെയിംസ് കുട്ടി സാറ്, ജോർജ് സാറ്, ഇവരൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും യാഥാർത്ഥ്യമാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിഗ് താങ്ക്സ്. പിന്നെ നമ്മുടെ അംഗങ്ങള് സേവിയർ സാറ്, ബെൻസണ്, എല്ലാവരും ഇതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഞാനൊക്കെ അനങ്ങാതിരിക്കുകയായിരുന്നു. നമ്മൾക്ക് ഇങ്ങനെ ടെക്നിക്കലി വലിയ നോഹവ് ഇല്ലാത്തതുകൊണ്ട് അത് അടങ്ങിയിരുന്നു. അപ്പം എല്ലാവർക്കും ചോദ്യം ചോദിച്ച എല്ലാവർക്കും വിശദമായിട്ടുള്ള ഉത്തരം കിട്ടി എന്ന് കരുതുന്നു. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും നന്ദി പറയാനുള്ള ഒരു ചടങ്ങാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് ഇത്രയും നേരം ഇരുന്ന് സംഘടിച്ച എല്ലാ ഓക്കെ, ഒരാളും കൂടി പോയി. എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി. ഇനിയും വരുന്ന മീറ്റിങ്ങുകളിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും നമസ്കാരം, ഗുഡ് നൈറ്റ്.